ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നാരായണായ നമഃ. അഗജാനന പദ്മാർകം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണഃ ശ്രേയസ്യ ദദ്രജനയാ ചിരസുപ്ത ബുദ്ധേഃ. ലോകസ്യ യഃ കരുണയാ ഭയമാത്മലോകം ആഖ്യാന്നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഈ ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രം കുറിച്ച സംപൂജ്യ സ്വാമി പുരുഷോത്തമ തീർത്ഥ മഹാരാജിനെ സ്മരിച്ചുകൊണ്ട് ആ സംരംഭത്തിന് നേതൃത്വം നൽകി ഓരോ വർഷവും കൂടുതൽ കൂടുതൽ തിളക്കത്തോടെ ഭാഗവതത്തെ പുതിയ മാനത്തിലേക്ക് എത്തിക്കാൻ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജിന്റെ പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരെയും സന്യാസിനിമാരെയും പ്രണമിച്ചുകൊണ്ട് എല്ലാ ഹരിഭക്തന്മാരെയും അവരുടെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഋഷഭോപദേശം എന്ന ഭാഗവത വിഷയം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേദം. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നൊരർത്ഥം. വേദാന്തമോ വേദത്തിന്റെ അന്തം, അതായത് അറിവിന്റെ അവസാനം. അറിവ് എന്ന് പറയുന്നത് ഈ ഭൗതിക വസ്തുക്കളുടെ അറിവാണോ? അല്ല. സയൻസ്, ടെക്നോളജി, രാഷ്ട്രതന്ത്രം, അർത്ഥശാസ്ത്രം ഭൗതിക വസ്തുക്കളെ അളക്കാനും തരം തിരിക്കാനും മാറ്റിമറിക്കാനും അടുക്കി വയ്ക്കാനും അല്ലെങ്കിൽ അന്യഥാകരിക്കുവാനും മാത്രമേ ഉതകുകയുള്ളൂ. ഏതൊന്നിനെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലാതായി തീരുന്നത്, ആ അറിവിനെ ആട്ടിപ്പിഴിഞ്ഞ സത്തയാണ് ശ്രീമദ് ഭാഗവതം. മനുഷ്യന്റെ മനോഗതി, അതുപോലെ പ്രപഞ്ച വീക്ഷണത്തിന് ഇന്നുള്ളതിനെ മാറ്റമുണ്ടാക്കാൻ, ഏതു മഹാദുഃഖത്തിൻ്റെയും ആഘാതത്തെ ചെറുക്കാനുള്ള ആഭ്യന്തര ശക്തി നൽകാൻ ഭാഗവതത്തിനും നമ്മുടെ പൈതൃകമായ ഭാരതീയ സംസ്കാരത്തിനും മാത്രമേ സാധിക്കൂ എന്ന് ആണയിട്ട് പറയാൻ കഴിയും. സത്യം പരം ധീമഹി. ആ സത്യവസ്തുവിനെ, എന്നുമുള്ളതായ നിത്യമായ ആ വസ്തുവിനെ കാണാനുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിത്തരലാണ് ഈ ഭാഗവത കർത്താവിൻ്റെ ഉദ്ദേശ്യവും. ഒരു കുടം നിറയെ വെള്ളം. ആ വെള്ളത്തിൽ നമ്മൾ ഓരോ തുള്ളി പാലൊഴിക്കുന്ന സമയത്ത് ആ വെള്ളം പാൽ നിറമായി തീരുന്നു. അതുപോലെ ഭാഗവത തത്വകഥനം അല്ലെങ്കിൽ ഭാഗവത തത്വങ്ങളെ കേൾക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ആശയങ്ങളുടെ സൂക്ഷ്മ പ്രസരണമായിട്ട് ആശയാത്മകമായ മനസ്സിൽ അവ പതിയുന്നു. അങ്ങനെ പതിഞ്ഞ് മനസ്സിനെ ശുദ്ധവും ബുദ്ധവുമാക്കുകയാണ് ഈ തത്വസമീക്ഷാ സത്രത്തിന്റെ ഉദ്ദേശവും അതുതന്നെയാണല്ലോ. ഭാഗവതം എല്ലാവർക്കും അറിയാം 12 സ്കന്ധങ്ങളുള്ളതാണെന്ന്. അതിലെ 5-ാമത്തെ സ്കന്ധം
സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. സ്ഥിതി വൈകുണ്ഠ വിജയ എന്നാണ് ഭാഗവതം പറയുന്നത്. സുഖദുഃഖങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണ് വൈകുണ്ഠഭാവം, അതായത് ആനന്ദം. ദുഃഖമുണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനം കൊണ്ടുണ്ടായ ദുഃഖത്തിനെ മാറ്റാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കൂ. വൈകുണ്ഠ വിജയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനപ്രാപ്തിയുമാണ്. 3-ാമത്തെയും 4-ാമത്തെയും സ്കന്ധങ്ങളിൽ ജ്ഞാനസമ്പാദനത്തിനുള്ള വഴികൾ നിർദ്ദേശിക്കപ്പെട്ടു കഴിഞ്ഞു. ആ മാർഗത്തിലൂടെ അങ്ങോട്ട് സഞ്ചരിച്ച് ജ്ഞാനത്തിൽ ഉറപ്പ് വരുത്തുന്നതാണ് സ്ഥാനം എന്ന ഈ ഭാഗവത ലക്ഷണത്തിന്റെ പ്രതിപാദ്യം. ഇതിലെ പ്രതിപാദ്യമാകട്ടെ പ്രിയവ്രതന്റെയും അദ്ദേഹത്തിന്റെ വംശപരമ്പരകളുടെയും പോരാ, അതുപോലെ തന്നെ ഭൂഗോള, ജ്യോതിർഗോള, നരക വർണ്ണനകളുമാണ് ഉള്ളത്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. അറിയേണ്ട വസ്തുവിനെ അറിയുക, അറിഞ്ഞു കഴിഞ്ഞാലോ താപത്രയോന്മൂലനം, എല്ലാ തരത്തിലുള്ള താപങ്ങളും അടങ്ങും. ഇത് ഭാഗവതത്തിന്റെ ആദ്യമേയുള്ള ഒരു വാഗ്ദത്തമാണ്. ഇത് അക്ഷരം പ്രതി അനുസ്മരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ ഓരോ ഉപാഖ്യാനങ്ങളും. നമുക്ക് 5-ാമത്തെ സ്കന്ധത്തിലേക്ക് കിടക്കാം. തികഞ്ഞ വിഷ്ണു ഭക്തൻ, ആത്മജ്ഞാനി, അങ്ങനെയുള്ള പ്രിയവ്രതൻ എന്തുകൊണ്ട് സിംഹാസനം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു? ഇതാണ് പരീക്ഷിത്ത് മഹർഷിക്ക് സുഖമഹർഷിയോടുണ്ടായ സംശയത്തോടുകൂടിയുള്ള ചോദ്യം. ഇത് കേട്ടതായ ശ്രീ സുഖമഹർഷി മനസ്സിൽ പരീക്ഷിത്തിന്റെ ചോദ്യത്തിനെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വര നിർമ്മിതമാണ്. എവിടെയും എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈശ്വരീയ ദൃഷ്ടി. പ്രിയവ്രതൻ നാരദന്റെ ഉപദേശപ്രകാരം ചെറുപ്പത്തിൽ തന്നെ ബ്രഹ്മദീക്ഷ എടുത്തുകൊണ്ട് ബ്രഹ്മജ്ഞാനിയായി തീരാനായിട്ട് ബ്രഹ്മസത്ര ദീക്ഷയ്ക്ക് ഒരുമ്പെട്ടു. എന്നാൽ പ്രാരബ്ധം ആരെയാണ് വെറുതെ വിടുക? പ്രിയവ്രതനെ ആ നാരദന്റെ പിതാവായ ബ്രഹ്മദേവൻ ലോകരഹസ്യവും അതുപോലെ മാനവ ജീവിതത്തിന്റെ രഹസ്യവും ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭഗവത് ഭക്തി അല്ലെങ്കിൽ ഈ വസ്തുക്കളോടുള്ളതായ വൈരാഗ്യം ഇതെല്ലാം സമ്പാദിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ് നുണഞ്ഞ് ആസ്വദിച്ചതായ ഒരുവന് മറ്റൊന്നും രസിക്കില്ല. അങ്ങനെയായാൽ ഈ ഭൂലോകചക്രം തിരിയുന്നത് എങ്ങനെ? ഈ ലോകചക്രം തിരിയണ്ടേ? ഇവിടെ എല്ലാം വേണ്ടേ? അതുകൊണ്ട് പറയാണ്, ലോകത്തിൽ ജനിക്കണം, ലൗകിക വസ്തുക്കളുമായിട്ട് സമ്പർക്കം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഈ ലൗകിക വസ്തുക്കളൊക്കെ നശിച്ചു പോകുന്നതാണ്, ഇതെല്ലാം അനിത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അജ്ഞാനമുള്ള ഒരുവന് മാത്രമല്ലേ ജ്ഞാനം ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. ആദ്യമേ ജ്ഞാനമുള്ളവന്റെ അടുത്ത് പോയി ജ്ഞാനം ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? അജ്ഞാനിക്കാവുമ്പോൾ ആ ജ്ഞാനത്തിന്റെ മഹത്വം മനസ്സിലാകും. അതുപോലെ ഭഗവാനോട് ഭക്തി, അതല്ലാത്ത അസത്തായിട്ടുള്ള എല്ലാ വസ്തുക്കളോടുമുള്ള വിരക്തി, ഇതുണ്ടാക്കുന്നത് ഈ ലോകം തന്നെയാണ്. അങ്ങനെയുള്ള ദൃശ്യപ്രപഞ്ചമായ ഈ ലോകത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ എന്ന് വ്യക്തമാക്കുകയാണ് പ്രിയവ്രത ചരിതത്തിലൂടെ. പ്രാരബ്ധമാണ് ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. എല്ലാം പ്രാരബ്ധമാണ് ഈ പ്രിയവ്രതനെ രാജ്യഭാരം ഏൽക്കെടുക്കാൻ കാരണമാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകൃഷേണ ആരബ്ധം എന്ന്, അതായത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങി എണീറ്റവന് സ്വപ്നം എങ്ങനെ അനുഭവമായിരുന്നു എന്ന് തോന്നുന്നുവോ അതുപോലെ തന്നെ ഈ പ്രാരബ്ധം നമ്മളെ വിട്ടുമാറാറില്ല. പക്ഷെ എന്ത് ചെയ്യാം? ശരീരത്തിനെ പ്രാരബ്ധത്തിന് അങ്ങോട്ട് വിട്ടുകൊടുക്കണം. എന്നിട്ടോ ശരീരത്തെ കൊണ്ട് ജ്ഞാനസമ്പാദനം നേടാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടത് ദേഹം ഞാനല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ദേഹാഭിമാനത്തെ വെടിഞ്ഞ ഒരുവന് മാത്രമേ ഈ ജ്ഞാനം നേടാനും കഴിയൂ. നമുക്കൊരു വിചാരമുണ്ട്, ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബമേ നടക്കില്ല, ഞാനുണ്ടെങ്കിൽ മാത്രമേ എല്ലാം സാധിക്കൂ, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നൊരു ചിന്ത. നമുക്കറിയാം, ഒരു മലഞ്ചരക്ക്, ഇടുക്കി ജില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ.
ഒരു മലഞ്ചരക്ക് വ്യാപാരി. അദ്ദേഹത്തിന് വണ്ടിയിൽ യാത്ര ചെയ്യണം. കയ്യിൽ കുറെ മലഞ്ചരക്ക് വസ്തുക്കളുണ്ട്. അതിനെ 2 ചാക്കുകളിലാക്കി തലയിൽ കയറ്റി നേരെ സ്റ്റേഷനിൽ ചെന്നു. ബസ്സോ വണ്ടിയോ ഏതോ ഒന്നിൽ കയറി പിടിച്ചപ്പോൾ സൂചി കുത്താൻ പോലും പഴുതില്ലാത്ത വണ്ടി. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്കേ വണ്ടി വരുള്ളൂ. ഈ വണ്ടി വന്ന സമയത്ത് ഇതിൽ തലയിൽ പേറി നിൽക്കുന്നതായ സഹയാത്രികന്മാർ പറഞ്ഞു, അങ്ങ് ആ ചാക്കൊന്ന് താഴത്ത് വെക്കുമോ, ഞങ്ങൾക്കൊന്ന് നിൽക്കാനുള്ള സ്ഥലം കിട്ടും, ആ സീറ്റിന്റെ അടിയിൽ ഇട്ടുകൊള്ളൂ എന്ന്. അപ്പോൾ ഈ മലഞ്ചരക്ക് വ്യാപാരി പറയണേ, എന്റെ ഭാരം ഞാൻ വലിച്ചോളാം. വാസ്തവത്തിൽ വിഡ്ഢിത്തമല്ലേ? അവനെയും അവന്റെ തലയിലുള്ള ഭാരത്തിനെയും വഹിക്കുന്നത് ആ വണ്ടിയല്ലേ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. അതേപോലെയാണ് എല്ലാം നമ്മളാണ് ചെയ്യുന്നത്, നമ്മളാണ് വഹിക്കുന്നത് എന്ന്. വാസ്തവത്തിൽ നമ്മൾ ആരുമില്ല. കാരണം ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഒരു ശക്തിയാണ് നമുക്ക് എല്ലാ പ്രചോദനവും നൽകുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് ആകുന്നില്ല. പിന്നെ പ്രാരബ്ധത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊന്നുകൂടെ വിശദമാക്കാം. കർമ്മങ്ങൾ 3 തരത്തിലുണ്ടത്രേ. സഞ്ചിത കർമ്മങ്ങൾ, ആഗമകർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ. സഞ്ചിത കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ കർമ്മം, പാപമോ പുണ്യമോ ആയിക്കോട്ടെ, അതിനെയൊക്കെ സഞ്ചിതമാക്കി ഒരു സഞ്ചിയിലിട്ട പോലെ തന്നെ വിചാരിക്കാം, അതിനെയും ശേഖരിച്ചു കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് ഉദാഹരണത്തിൽ കൂടെ ഒരു ഉദാഹരണം പറയാം. അമ്പുകള്, ആവനാഴി, വില്ല്, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളോ. ഒരാള് ആവനാഴി കൊണ്ടുവന്ന് അതിൽ നിറച്ച് അമ്പുകൾ വെച്ചിട്ടുണ്ട്. കയ്യിൽ വലിയൊരു വില്ലുമുണ്ട്. ഈ ആവനാഴിയിൽ നിറച്ച അമ്പുകളാണ് സഞ്ചിത കർമ്മങ്ങൾ. ആ സഞ്ചിത കർമ്മങ്ങളെ നമുക്ക് ഉപയോഗിക്കാതെ വേണമെങ്കിൽ ഇരിക്കാം. അമ്പ് കുലയ്ക്കാതിരുന്നാ പോരെ? ആഗമം എന്ന് പറയുന്നത് അമ്പിൽ തൊടുത്തു വെച്ച, കുലച്ച വില്ലിൽ തൊടുത്ത അമ്പ് പോലെയാണ്. ആ അമ്പിനെയും നമുക്ക് വേണമെങ്കിൽ എവിടെയും തൊടുത്തു വിടാതെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. എന്നാൽ പ്രാരബ്ധം അങ്ങനെയല്ല. തൊടുത്ത കുലച്ച വില്ലിൽ നിന്നും പുറത്തേക്ക് വിട്ട അമ്പ് പോലെയാണ്. അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനും വഴിയുണ്ട്. എന്താണ്? ഈ ലക്ഷ്യം, അമ്പിന് ലക്ഷ്യത്തിൽ നിന്നും മാറ്റുക. അതായത് അഹങ്കാരം എന്നുള്ളതിനെ മാറ്റിക്കളഞ്ഞാൽ മനുഷ്യന്റെ പ്രാരബ്ധ കർമ്മം താനെ അടങ്ങും. അതിനുള്ള വഴിയാണ് ഭാഗവതത്തിലുടനീളം നമുക്ക് പറഞ്ഞു വരുന്നത്. അഹങ്കാരമാണ് സംസാര ബീജത്തിന് കാരണം. അതുകൊണ്ട് അഹങ്കാരനാശം സംസാര ബീജ നിർഹരണമേവ എന്ന് പറഞ്ഞ് ഭാഗവതത്തിലുടനീളം നമ്മളെ ബോധവൽക്കരിക്കുന്നു. തന്ത്യാം ദാമബന്ധഭിഹി മൃഗൈഹി ഇവ എന്നാണ് അതിന് പ്രയോഗം. 4 കാലുള്ള മൃഗങ്ങളെ മൂക്ക് തുളച്ച് കോർത്തിട്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു കൃഷിക്കാരൻ. അതുപോലെയാണ് നമ്മൾ എല്ലാവരും ഈശ്വരന്റെ കയ്യിലുള്ളതായ, ഈശ്വരന് വിധേയമായി കഴിയേണ്ടവരാണ് നമ്മൾ. ബ്രഹ്മാദികൾ പോലും ആ വിധേയത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യരല്ല. ജനിച്ച ഒരുത്തന് ദേഹം തുടരുന്നതുവരെ ജീവിച്ചേ പറ്റൂ. അപ്പോൾ പ്രകൃതി ഗുണങ്ങൾ കൊണ്ടുവരുന്നതായ എല്ലാത്തിനെയും സ്വീകരിച്ചേ പറ്റൂ. അത് നമ്മൾക്ക് മാറ്റിമറിക്കാൻ പറ്റാത്തതാണ്. പിന്നെ മനുഷ്യജന്മം എന്ന് പറയുന്നത് വിശേഷപ്പെട്ടതാണല്ലോ. ഈ ലോകമാണെങ്കിലോ ദ്വന്ദ്വങ്ങളുള്ളതാണ്. ഗുണദോഷ സമ്മിശ്രമാണ് ഈ ലോകം. അതിൽ തെറ്റും ശരിയും മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യന്റെ ധർമ്മം. ഗുണ ദോഷാശ്ച വർത്തന്തേ സദാ സർവത്ര ഭൂതലേ എന്നാണ്. ഭൂമിയില് ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാകും. ദോഷാസ്ത്യാജ്യാഹ ഗുണാഹ ഗ്രാഹ്യാഹ ഏഷാ ഏവ വിവേകിത എന്നാണ്. ഗുണങ്ങളെ ഉപേക്ഷിക്കുക, ഗുണങ്ങളെ സ്വീകരിക്കുക, ദോഷങ്ങളെ ഉപേക്ഷിക്കുക. ഇതാണ് വിവേകത്തിന്റെ ലക്ഷണം. ഈ ലോകത്തിലുള്ള വസ്തുക്കളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് എന്നൊരിക്കലും കരുതരുത്. ലോകരംഗം ദുഃഖഹേതുവേ അല്ല. പിന്നെ എന്താണ് ദുഃഖഹേതു? മനസ്സാണ് ഓരോരുത്തർക്കും വിഷമമുണ്ടാക്കുന്നത്. മനോനിയന്ത്രണമാണ് ജീവിത വിജയം. ഭയമുണ്ടാക്കുന്നത് നമ്മളുടെ കണ്ണ്, കാത് തുടങ്ങിയ ഇന്ദ്രിയങ്ങളാണ് അല്ലെ. ഭീകര സത്വം കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്നു, ഭീകര ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നു. അതുകൊണ്ട് മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും അവയാണ് നമുക്കുള്ള 6 ശത്രുക്കൾ.
ആ 6 ശത്രുക്കളെ ജയിക്കണം. അങ്ങനെ ജയിച്ചവന് ഗൃഹാശ്രമമായാൽ എന്താ, സന്യാസമായാൽ എന്താ, ഒരിക്കലും ബന്ധഹേതുവല്ല. ഇവയെ ജയിക്കാത്തവൻ ഏകാന്തമായി കാട്ടിച്ചെന്നിരുന്ന് തപസ് ചെയ്തിട്ടും പ്രയോജനമില്ല. കാണുന്നതെല്ലാം മനസ്സിന്റെ വിലാസമാണ്. അതാണ് ആദ്യം ഓർക്കേണ്ടത്. അലാദ ചക്രം അല്ലെങ്കിൽ പന്തം, ആ പന്തം അങ്ങോട്ട് ചുഴറ്റുന്ന സമയത്ത് അത് ചുറ്റിത്തിരിയുമ്പോഴാണ് എല്ലായിടവും പ്രകാശമാണെന്ന് തോന്നും. വാസ്തവത്തിൽ കേന്ദ്രബിന്ദുവിൽ മാത്രമല്ലേ ഉള്ളൂ, മറ്റു പ്രകാശമൊക്കെ വെറുതെ തോന്നൽ മാത്രമല്ലേ. അതുപോലെ മനസ്സിന്റെ മായാവിലാസമാണ് എല്ലാം. ഭാഗവതകാരൻ തന്നെ പറയുന്നു, ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാത് യദസാസ്തേ സഹഷത്സപത്നഃ. കൂടെ ഈ 6 ശത്രുക്കളെയും കൊണ്ട് പോകുന്നവൻ വനത്തിൽ പോയാലും തെറ്റിവരും. ജിതേന്ദ്രിയസ്യ ആത്മരഥേർബുധസ്യ ഗൃഹാശ്രമക്കിന്നുകരോത്യവദ്യം. ജിതേന്ദ്രിയനായിട്ട് ആത്മാരഥനായിട്ടുള്ള ഒരുത്തന് വീട്ടിലിരുന്ന എന്താ കുഴപ്പം? അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം ഈ 6 ശത്രുക്കളെയും ജയിക്കാനുള്ള ഒരു കോട്ടയായി മാറണം. ഭഗവത് പാദത്തെ ആശ്രയിച്ചിട്ട് മുക്തസംഗരായി പ്രകൃതി ഗുണങ്ങൾ കൊണ്ടുവരുന്ന ഏതിനെയും സന്തോഷമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സുഖദുഃഖങ്ങളെ സമമായി സമബുദ്ധിയ സ്വീകരിക്കുക. അതില് നന്മയുണ്ടാകാം, ചിലപ്പോൾ നമുക്ക് തോന്നുന്ന തിന്മയാകാം. ഈ നന്മയും തിന്മയും ഒന്നിനൊന്ന് പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കുക. എന്തുണ്ടായാലും അത് ഈശ്വര കൃപയാണെന്ന് കരുതുക. ഇതാണ് ജ്ഞാനം, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഭക്തി. ബ്രഹ്മാവിന്റെ ഉപദേശം ഇതായിരുന്നു. അതനുസരിച്ചാണ് പ്രിയവ്രതൻ പിന്നീട് കുടുംബജീവിതം നയിക്കാൻ പുറപ്പെടുന്നത് എന്ന്. നമ്മളെ പുരാണങ്ങളിലൊക്കെ ജ്ഞാനികളിൽ യോഗ്യനായിട്ട് വിദേഹ രാജാവായ ജനകനെ പറയും. ഭക്തന്മാരിൽ യോഗ്യനായിട്ട് നമ്മുടെ ഭാഗവതം തന്നെ അംബരീഷ ചക്രവർത്തിയെ കാണിച്ചു തരുന്നു. യോഗികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഋഷഭോപദേശം എന്ന് ഞാൻ പറയാൻ പോകുന്നു. അങ്ങനെ ഭക്തി, ജ്ഞാനം, യോഗം ഇതെല്ലാം ഒന്നൊന്നിന് പൂരകമാണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയവ്രതൻ ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് 10 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായി. അതിൽ 3 പേര് ബ്രഹ്മജ്ഞാനികളായിട്ട് മാറിയത്രേ. എല്ലാ ഔന്നത്യവും അദ്ദേഹത്തിന് കയ്യിൽ കിട്ടി. വീണ്ടും പ്രാരബ്ധം വിട്ടിട്ടില്ലല്ലോ, രണ്ടാമതൊരു വിവാഹം ചെയ്തു. അതിലും 3 പുത്രന്മാരുണ്ടായി. അവർ 3 പേരും മന്വന്തരാധിപതികളായിട്ട് മാറി. ഭാഗവതം എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുകയായിരിക്കും. എന്തു പറയുന്നു എന്നുള്ളതിൽ കാര്യമില്ല, എന്തിനാണ് പറയുന്നത് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഗൃഹസ്ഥന്മാർ കാമക്രോധാദികളെ മുഴുവൻ ജയിച്ച് സത്സന്താനങ്ങൾക്ക് ജന്മം നൽകി മേന്മ പ്രകാശിപ്പിക്കണം എന്നാണ് വ്യാസദേവൻ ഭാഗവതത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. നല്ല ഭരണകർത്താവായിരുന്നു ഈ പ്രിയവ്രതൻ. ഭൂമണ്ഡലത്തെ മുഴുവൻ ദ്വിതീയ പതംഗൈവ, 2ാമത്തെ ഭാസ്കരൻ പോലെ ചുറ്റിക്കറങ്ങി. അപ്പൊ പറയണ ജിതഷഡ്ഗുണാനാം നൈവവിധ പുരുഷകാരഃ ചിത്രം. ഇങ്ങനെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ 6 ശത്രുക്കളെ ജയിച്ചു കീഴടക്കിയവന് ഇത്തരത്തിലുള്ള സാഹസികതകൾക്കൊക്കെ അത്ഭുതത്തിന് അവകാശമുണ്ടോ? അവർക്ക് പറ്റാത്തതായിട്ട് എന്തുണ്ട്? അതുകൊണ്ട് പറയാണ്, ഭഗവത് പാദത്തെ ശരണം പ്രാപിച്ചവൻ ചണ്ടാളനായാൽ പോലും 1 പ്രാവശ്യം ഭഗവത് നാമ ഉച്ചാരണം കൊണ്ട് മുക്തി നേടിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ പാദരേണുക്കൾ, അതിനെക്കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഹരിഭക്തന്മാർക്ക് ഇങ്ങനെയുള്ള വ്യക്തി മഹാത്മ്യം ഒരിക്കലും അത്ഭുതമല്ല. രാജ്യഭാരം ഏറ്റെടുത്തതായ പ്രിയവ്രതൻ മഹത് കൃത്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അതേ തീവ്രതയോടെ അതിനെ ഉപേക്ഷിച്ചു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വീകരിക്കാനും അതേപോലെ തന്നെ ത്യജിക്കാനും സജ്ജമാകുന്ന മനസ്സാണ് ആത്മീയത. തേന ത്യക്തേന ഭുഞ്ചീതാഹ എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. ത്യാഗമാണ് നേട്ടമായി കരുതുന്നവർ നമ്മൾ. ആത്മീയതയുടെയും പരമഭക്തിയുടെയും പരമരഹസ്യം അതാണ്. കൊള്ളാൻ തയ്യാറായതുപോലെ തന്നെ തള്ളാനും തയ്യാറാകണം എന്ന് വ്യാസദേവൻ ഈ കഥകളിലൂടെ, ഈ പ്രിയവ്രത ചരിതത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയവ്രതന്റെ പുത്രനായിരുന്നു ആഗ്നീധ്രൻ. അദ്ദേഹവും സത്സന്താനത്തിന് വേണ്ടി ഭഗവാനെ ധ്യാനിക്കാനായി ചെന്നു.
ബ്രഹ്മദേവൻ ഈ ആഗ്നീന്ദ്രന്റെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ പൂർവചിത്തി എന്നു പേരായ ഒരു അപ്സരസിനെ പറഞ്ഞയച്ചു. മനസ്സ് തപസ്സിൽ നിന്നില്ല, അപ്സരസിൽ ആകൃഷ്ടനായി. അവസാനം അപ്സരസിനെയും കൊണ്ടുപോന്നു. അവർക്ക് 9 പുത്രന്മാരുണ്ടായി. 9 വർഷങ്ങളുടെ അധിപന്മാരായിട്ട് മാറി. പൂർവചിത്തിയിൽ പക്ഷേ ഈ ഇത്രയെല്ലാം ആയിട്ടും ആ ആഗ്നീന്ദ്രന് പൂർവചിത്തിയിലുള്ളതായ ആസക്തി വിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനത്തിൽ ഉറപ്പുവരാത്താനും കഴിഞ്ഞില്ല. അങ്ങനെ ആഗ്നീദ്ര ചരിതവും കഴിഞ്ഞു. അതിനുശേഷമാണ് ആഗ്നീദ്രന്റെ പുത്രനായ നാഭി. അദ്ദേഹം മേരുദേവിയെ വിവാഹം ചെയ്തു. കുറെ കാലങ്ങൾ അവർക്ക് സന്താനമുണ്ടായില്ല. യജ്ഞപുരുഷനായ ഭഗവാനെ യജിച്ചാൽ പുത്രനെ ലഭിക്കുമെന്ന് ഋത്വിക്കുകളെല്ലാം പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി. ആ ഭഗവാൻ യജ്ഞാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഋത്വിക്കുകൾ ആ സർവാലങ്കാരഭൂഷിതനായി ശംഖചക്ര ഗദാധാരിയായ സാക്ഷാൽ ശ്രീഹരിയെ സ്തുതിച്ചു. അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ യജമാനനായ നാഭിക്ക് അങ്ങയെപ്പോലൊരു പുത്രനുണ്ടാകണം. ബ്രാഹ്മണരാകട്ടെ ഭഗവാന്റെ മുഖമാണ്. അവർ പറയുന്നത് അന്യഥാകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് തുല്യനായിട്ടൊരു പുത്രനില്ല, ഞാൻ തന്നെ പുത്രനായി ജനിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ ആ നാഭി മേരു ദമ്പതികൾക്ക് ഋഷഭയോഗീശ്വരൻ ഭൂജാതനായി. എങ്ങനെയാണ്? ഉത്പത്ത്യായേവ യോഗലക്ഷണം എന്നാണ്. ജനിക്കുമ്പോൾ തന്നെ യോഗലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു അത്രേ. ഋഷഭൻ എന്ന് അച്ഛൻ പേര് കൊടുത്തു. ഋഷ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥമുണ്ട്. ജ്ഞാനം കൊണ്ട് തിളങ്ങുന്നവൻ എന്നർത്ഥം. ഋഷഭൻ എന്നുള്ളതിന് ശ്രേഷ്ഠൻ എന്നൊരർത്ഥം. ഋഷഭൻ ധീരൻ എന്നൊരർത്ഥം. തേജസ്വി, ബലവാൻ, യശസ്വി, പരാക്രമി, എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ പേരുകളൊക്കെ ഋഷഭന് യോജിക്കുമായിരുന്നു. തസ്യഹവായിത്തം വർഷ്മനാവരീയസ ബൃഹത് ശ്ലോകേന ജോജസാ ബലേന ശ്രിയാ യശസാ വീര്യ സൗരാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമചകാര. അങ്ങനെ ഋഷഭൻ എന്ന് പേരിട്ടു. ഈ ഋഷഭനാകട്ടെ വളർന്നു വരുന്ന ഋഷഭകുമാരനിൽ സമത്വം, ശാന്തി, വൈരാഗ്യം എന്നിവ അങ്ങോട്ട് തെളിഞ്ഞു. രാജ്യത്തിലുള്ളവരെല്ലാം ഒന്നടങ്കം, മന്ത്രിമാരാകട്ടെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാകട്ടെ, സേനാ നായകന്മാരാകട്ടെ, സാധാരണ പ്രജകളാകട്ടെ, എല്ലാവരും ഋഷഭന്റെ ആ സ്വഭാവശുദ്ധിയിലും യോഗ്യതയിലും ആകൃഷ്ടരായി. ജനാഭിപ്രായം കണക്കിലെടുത്തതായ നാഭിദേവൻ മേരുദേവിയോടൊപ്പം ഋഷഭനെ രാജ്യമേൽപ്പിച്ച ശേഷം ബദരികാശ്രമത്തിൽ ചെന്ന് ശ്രീഹരിയെ പ്രാപിക്കാനുള്ള യോഗാഭ്യാസങ്ങളിൽ മുഴുകി അവസാനം തപോനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവൻ മുക്തരായി അത്രേ. ഋഷഭദേവൻ അജനാഭം എന്ന ദേശത്തെയാണ് തന്റെ കർമ്മക്ഷേത്രമായിട്ടെടുത്തത്. ഗുരുകുലവാസം കഴിഞ്ഞു. ഗുരുവന്ദനം കഴിഞ്ഞ് ഗുരുദക്ഷിണയും നൽകി തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുത്തു. ശ്രുതി സ്മൃതികൾക്കനുസരിച്ചു തന്നെ യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. പക്ഷേ ഈ ഋഷഭദേവനെ കുറിച്ച് എല്ലാവരും പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ ഇന്ദ്രന്, മഹേന്ദ്രന്, എല്ലാമുള്ള മഹേന്ദ്രന് അസൂയ സഹിച്ചില്ല. അസൂയ ദുസ്സന്ത്യജാ ഖലു. അസൂയ ആർക്കെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റുന്നതാണോ? ഗുണേഷു ദോഷാവിഷ്കരണമേവ അസൂയ. ഗുണങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കുക, ഇതാണല്ലോ അസൂയ. അതുകൊണ്ട് എന്താ ചെയ്താലാണ് ഈ ഋഷഭദേവനെ തോൽപ്പിക്കാൻ പറ്റുക എന്നായി ഇന്ദ്രദേവന്റെ ചിന്ത. ഉടനെ ഇന്ദ്രൻ എന്തു ചെയ്തു? അവിടെ അജനാഭം എന്ന ദേശത്തിൽ മഴ പെയ്യിച്ചില്ല. ഇതേ ഇന്ദ്രൻ നമ്മൾ ദശമത്തിൽ കാണും. ഗോവർദ്ധനോദ്ധാരണ സമയത്ത് ആ ഗോകുലത്തിനെ മുഴുവൻ വെള്ളത്തിൽ മുക്കി. അതേ ആൾ ഇവിടെ വെള്ളം ഉണ്ടാക്കാണ്ടാക്കി. അസൂയക്കുള്ള വഴികൾ കാണിക്കുകയാണ്. എന്ത് ചെയ്താലും അസൂയ വിജയിക്കുമോ? പരാജയപ്പെടുകയല്ലേ ഉള്ളൂ. ഈ ഋഷഭദേവൻ തന്റെ യോഗാഭ്യാസത്താൽ അജനാഭത്തിൽ മഴ പെയ്യിച്ചു. വീണ്ടും സുഭിക്ഷം. അപ്പോഴാണ് ഇന്ദ്രന് തന്റെ തെറ്റു മനസ്സിലായത്. തെറ്റു മനസ്സിലായതായ ഇന്ദ്രൻ ആ ഋഷഭന്റെ യോഗ്യതയെ മനസാ സ്വീകരിച്ച് തന്റെ പുത്രിയായ ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു. ജയന്തയന്മാരായി 100 പുത്രന്മാരുണ്ടായി. അതിൽ ആദ്യത്തേവനാണ് ഭരതൻ. ആ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് അജനാഭം ഭാരതവർഷമായി മാറിയത്. പിന്നീട് 9 പേർ നവയോഗികളായി മാറി. അവര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ തുടങ്ങിയവർ 9 പേർ നവവർഷത്തിന്റെ അധിപതികളായി മാറി.
81 പേർ യജ്ഞകർമ്മ അനുഷ്ഠാനങ്ങളായി ബ്രാഹ്മണരായി. വ്യാസദേവൻ പറയുകയാണ്, ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുകയില്ല, കർമ്മം കൊണ്ടൊരുവൻ ബ്രാഹ്മണനാകാം. അപ്പൊ കർമ്മം കൊണ്ട് ആർക്കും ഏത് ശ്രേഷ്ഠ പദവിയിലും എത്തിച്ചേരാമെന്ന്. കാര്യക്ഷമമായി രാജ്യം നടത്തിയതായ ആ ഋഷഭദേവൻ തന്റെ ജനങ്ങൾക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ കൈവരിക്കാൻ ഉതകം വിധം തന്റെ ജീവിതം ചിട്ടപ്പെടുത്തി. സ്വയം ബ്രാഹ്മണ്യദേവനായ അദ്ദേഹം 100 യാഗങ്ങൾ ചെയ്തു അത്രേ. ഇന്നത്തെ ഭരണകർത്താക്കൾ എല്ലാവരും ഋഷഭൻ ചെയ്ത മാർഗത്തെ സ്വീകരിച്ചെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു. ഒരിക്കൽ ദേശാടനത്തിന് പുറപ്പെട്ടതായ ഋഷഭദേവൻ ബ്രഹ്മാവർത്തം എന്ന വർഷത്തിലെത്തി. അവിടെ ബ്രഹ്മ പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച് തൻ്റെ മക്കൾക്കായിട്ട് കുറേ കാര്യങ്ങൾ ഉപദേശിച്ചു. അതാണ് ഋഷഭഗീത. ആ ഋഷഭഗീതയാണ് ഇവിടെ പറയാൻ പോകുന്ന പ്രതിപാദ്യം. ഈ ഋഷഭഗീത എപ്പോഴാ ശാശ്വതമാവുക? അത് മനസ്സിനെയും ബുദ്ധിയെയും ധന്യമാക്കണം, അല്ലെങ്കിൽ മൂല്യമുള്ളതാക്കി തീർക്കണം. അദ്ദേഹം പറഞ്ഞു, നായം ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹദേ വിഡ്ഭുജാം യേ തപോ ദിവ്യാ പുത്രകായേന സത്വം ശുദ്ധ്യേതസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ദഹ്യതേ ഇതി ദേഹഃ. ദഹിച്ചു പോകുന്ന ഈ ശരീരം കൊണ്ട് നാം ഈശ്വരാരാധന ചെയ്യണം. ആദ്യം വേണ്ടത് ആഹാരശുദ്ധി, അതിന് അടുത്തത് മനഃശുദ്ധിയായിട്ടുള്ള സത്വശുദ്ധി, അത് കഴിഞ്ഞ് അടുത്തത് വേണ്ടത് സർവ്വതും ഭഗവതാർപ്പണം എന്നുള്ള ഭഗവത് സ്മൃതി. ഇവ 3 സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ എന്നാണ്. മനുഷ്യ ജന്മ ലക്ഷ്യം എന്താണ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ആയുസ്, ആരോഗ്യം, സൗഖ്യം എന്നാണ് മറുപടി. എങ്കിൽ ആ സൗഖ്യം എന്താകണം? ബ്രഹ്മസൗഖ്യം തു അനന്തം എന്ന്. അനന്തമായ സൗഖ്യം കിട്ടണമെങ്കിൽ നല്ല ജീവിതം നയിക്കണം. ആഹാര വ്യവഹാരികളില്ലാതെ പറ്റുമോ? പറ്റില്ല. പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്ത ഈ ശരീരത്തിനെ എന്തിനേയും ഭഗവത് അർപ്പണമായി ചെയ്യാൻ ശീലിക്കണം. വ്രജഗോപികമാരെ വ്യാസദേവൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. അവർ പ്രഭാതം മുതൽ രാത്രി കണ്ണടയ്ക്കുന്നത് വരെ എപ്പോഴും എല്ലാം ഭഗവതാർപ്പണമായി ചെയ്തു. അവർക്ക് ശാസ്ത്രമില്ല, തപസ്സില്ല, വിദ്യാഭ്യാസമില്ല, അതുപോലെ അവർക്ക് മറ്റ് ആരാധനകളില്ല. അവർ ചെയ്തത് ഭഗവത് ചിന്ത മാത്രം. അതിൽ ഒരെണ്ണം പറയാം. ഉലൂഖലേ സംവൃതദണ്ഡുലാംശ സംഘട്ടയന്ത്യോ മുസലൈ പ്രമുഗ്ധാഃ ഗായന്തി ഗോപ്യോ ജനിതാനുരാഗ ഗോവിന്ദ ദാമോദര മാധവേദി. നമ്മളിവിടെ 4 പേര് ചേർന്നാൽ സംഭാഷണം. ഇവിടെ ഈ 4 പേര് ചേർന്ന് അരി ഇടിക്കും അത്രേ. ആ അരി ഇടിക്കുന്ന സമയത്തും ഗോവിന്ദ ദാമോദര മാധവ എന്ന് വിളിച്ച് ഭഗവത് ചിന്തയിൽ മുഴുകിയെന്ന്. നമുക്ക് എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യൻ എന്ന് നമ്മൾ ഉന്നതമായി പറയുന്നു. എപ്പോൾ? വിവേകമുണ്ടെങ്കിൽ. അല്ലെങ്കിലോ അധമനാണ് ഈ മനുഷ്യൻ. ജ്ഞാനസമ്പാദനത്തിന് ശ്രമിക്കാതിരുന്നാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നാം എന്തു ചെയ്യുന്നു എന്ന് പുനർനിർണയം ചെയ്തു നോക്കുക. ആഹാരം, വ്യവഹാരം, നീഹാരം, ഇതന്നെയല്ലേ നമ്മുടെ തൊഴില്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനു കൊള്ളാം? ഉദ്ഭിത്തുകൾ, വൃക്ഷങ്ങളുണ്ടല്ലോ, ആ വൃക്ഷങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജലം, അത് അഴുക്ക് ജലമായിക്കോട്ടെ ശുദ്ധജലമായിക്കോട്ടെ, തിരിച്ചു നമുക്ക് സുഗന്ധമായ പൂക്കളോ അല്ലെങ്കിൽ നല്ല മധുരമുള്ള പഴങ്ങളോ അതുമില്ലെങ്കിൽ ഇളനീരോ തരുന്നു. അതിനുശേഷം അത് ആർക്കാണെങ്കിലും സ്വയം വെയിലുകൊണ്ട് തണലേകുന്നു. മുറിക്കാൻ പുറപ്പെട്ടവന് മുറിച്ചു വീഴുന്നത് വരെ തണൽ നൽകുന്നു. ജീർണിച്ചു പോയാലോ നമുക്ക് ഇന്ധനമായി മാറുന്നു. അത് അങ്ങനെ. ആടോ ഔഷധമൂല്യമുള്ള പാല് തരുന്നു, അല്ലെങ്കിൽ കമ്പിളി തരുന്നു. മയിൽ, വെറും അണ്ടജമായ മയില്, അതിൻ്റെ പീലി അലങ്കാര വസ്തുവായി ആലവട്ടമായി പരിണമിക്കുന്നു. ഉടുമ്പ എന്നൊരു ജീവി ഉണ്ടല്ലോ, അതിൻ്റെ തോലോണ്ട് ഗഞ്ചിറ ഉണ്ടാക്കും അത്രേ. ആനയാണെങ്കിൽ തടി പിടിക്കാൻ, അതുപോലെ തന്നെ എഴുന്നള്ളത്തിന് എന്തൊക്കെ ഉപകാരങ്ങൾ. മനുഷ്യനോ? മനുഷ്യനെ കൊണ്ട് എന്ത് കാര്യം? വിവേകശൂന്യസ്യ ദിങ് മനുഷ്യസ്യ ജീവിതം. വിവേകമില്ലാത്ത മനുഷ്യന്റെ ജീവിതം വെറുതെ. അതെന്താണ്? യാവന്ത പശവസ്തേഷാം ചർമാപ്യുപകരിഷ്യതി. മൃഗങ്ങളല്ലേ വേദം, അവരുടെ തൊലിയെങ്കിലും പ്രയോജനപ്പെടും, നമ്മുടെ തൊലിയും കൊള്ളില്ല. അപ്പൊ മനുഷ്യനായാൽ എന്ത് വേണം? വിവേകം വേണം. ഋഷഭഗീതയിലൂടെ ഭാഗവത കർത്താവ് ഉദ്ദേശിക്കുന്നതും നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ മറക്കരുത് എന്ന് തന്നെയാണ്.
രണ്ടാമത്തതായിട്ട് ഉപദേശിക്കുകയാണ്, മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേഹ തമോദ്വാരം യോഷിതാം സംഗി സംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താഃ വിമന്യവ സുഹൃദ സാധവോ യേ. സത്സംഗമില്ലാത്ത ഗൃഹങ്ങൾ സർപ്പം അധിവസിക്കുന്ന വൃക്ഷങ്ങളത്രേ. മഹത്തുക്കളുമായിട്ടുള്ള ചേർച്ച മുക്തിദ്വാരമാണ് എന്ന് പറയാണ്. അന്തിമ ലക്ഷ്യം മുക്തിയും വിവേകവും തന്നെ. ഒരിക്കലും അതിനെ മാറ്റി നിർത്തരുത്. സത്തുക്കൾ ആരാണ്? അതില് തിതിക്ഷവ കാരുണിക എന്ന് ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു കപിലവാസുദേവൻ. ഇവിടെ പറയുന്നു കോപതാപങ്ങളില്ലാത്ത സന്മനസ്കരായിട്ടുള്ള സൗഹൃദം പുലർത്തിക്കൊണ്ട് ഉത്തമ ജീവിതം നയിക്കുന്നവരാരാണോ അവരാണ് സജ്ജനങ്ങൾ എന്ന്. ഒരു സെക്കൻഡ് നേരത്തെ സത്സംഗം ഒരു ചക്രവർത്തി പദത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് ഓർക്കുക. പ്രവൃത്തി കൊണ്ട് ഏർപ്പെടുമ്പോൾ, ഹൃദയപ്രവൃത്തി കൊണ്ട് ഏർപ്പെട്ടാലേ അത് ശ്രദ്ധയാകൂ. ഭഗവാൻ തന്നെ പറയുന്നു, ഭക്ത്യാമാം അഭിജാനന്തി ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഭക്തി കൊണ്ട് എന്നെ അറിയുന്നു, സമ്മതിച്ചു. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കുമെന്ന്. മനസ്സ്, ബുദ്ധി നമുക്ക് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രങ്ങൾ അനവധിയുണ്ട്. ഇതൊക്കെ വെറുതെ റൺവേയിൽ ഓടുന്ന വിമാനം പോലെയാണ്. വിമാനം പൊങ്ങിക്കഴിഞ്ഞാൽ റൺവേ ഉണ്ടോ അവിടെ കാര്യം? അതുപോലെ ശ്രേഷ്ഠ തപസ്സായിരിക്കണം മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. ആ ശ്രദ്ധ വന്നാലേ അത് ഉണ്ടാകൂ. കാമലമ്പടന്മാരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത്. സംഗോയ സംസൃതേർഹേതുഹു. ഈ സംഘം എന്ന് പറയുന്നത് സംസാരത്തിന് കാരണം എന്നല്ലേ പറയുന്നത്? എന്നാണോ സംശയം? അസത്സു വിഹിതോധിയ. അത് അസത്തുക്കളുമായിട്ടുള്ള, അതായത് നശിച്ചു പോകുന്ന വസ്തുക്കളുമായിട്ടുള്ള സംഘമാണ് അവന് വീണ്ടും സംസാര ചക്രത്തിൽപ്പെടുത്തുന്നത്. സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. അത് തന്നെ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗമാണെങ്കിൽ നിസ്സംഗമായി മാറുമെന്ന് കപിലവാസുദേവൻ ഉപദേശിച്ചു. സദാ സന്തഹ ഉപഗന്ധവ്യാഹ. എപ്പോഴും സജ്ജനങ്ങൾ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. വീണ്ടും പറയണ സംഘ സർവാത്മനാ ത്യാജ്യ. അത് തന്നെയാണ് പ്രമാണം. സംഘം ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. സജേ തെക്കുതും നശക്യതേ. അയ്യോ, എനിക്ക് സംഘം ഇല്ലാണ്ട് എങ്ങനെയാ പറ്റുക? കാരണം സമുദായത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരുമായിട്ട് സമ്പർക്കം വേണം. മനസ്സിന് എന്തിനോടെങ്കിലും സംഘം ഉണ്ടായിക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് സദ്ഭിസ്സഹകർത്തവ്യ. ആ സംഘം സജ്ജനങ്ങളോടായി ചെയ്യുക. സദാം സംഘോഹി ഭേഷജം. സജ്ജനങ്ങളുടെ സംഘമാണ് ഇതിനുള്ള മറുമരുന്ന് എന്ന്. 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിതം പറയുന്നതിന് മുൻപ് നാരദൻ യുധിഷ്ഠിരനോടും പറയുന്നു. എന്താണ്? താവദ്ദാസ്യാമഹം ജജ്ഞേ തത്രാപി ബ്രഹ്മവാദിനാം ശുശ്രൂഷേണാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതാം. ഞാനൊരു ദാസിപുത്രനായിട്ട് ജനിച്ചു. പക്ഷേ ബ്രഹ്മവാദികളായ ആ ചാതുർമാസ്യത്തിന് വേണ്ടതായ മഹർഷിമാരുടെ സമ്പർക്കം കൊണ്ട്, അവരെ ശുശ്രൂഷത്തുകൊണ്ട് ഞാൻ വീണ്ടും ബ്രഹ്മപുത്രനായിട്ട് ജനിച്ചില്ലേ? സത്സംഗത്തിന് അത്രയും മഹത്വമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പറയണ സംസർഗം എന്താണ്? കൊച്ചിലേ തുടങ്ങണം. ഈ സംസർഗം എപ്പോഴെങ്കിലും തുടങ്ങിയിട്ട് കാര്യമില്ല. വളരെ കൊച്ചിലേ തുടങ്ങണമെന്ന് വിദ്വത് സദസ്സിൽ വെച്ച് ഋഷഭദേവൻ മക്കളോട് ഉപദേശിക്കുന്നു. അത് തന്നെയാണ് എവിടെയും എന്നും കാതലായിട്ടുള്ള ആവശ്യവും. ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാമന്ദിരങ്ങൾ എടുത്തു നോക്കൂ. അവിടെ കൂട്ടുകാരനെ വെടിവെച്ച് കൊന്നു. പേപ്പറിലുള്ള വിവരമല്ലേ? തമ്മിൽ അടിക്കുന്നു. ഒരാളുടെ ഉത്കർഷത്തിൽ മറ്റൊരാൾ അസൂയപ്പെടുന്നു. അത് അസൂയ മാത്സര്യമായിട്ട് മാറുന്നു. മാത്സര്യം ക്രോധത്തിന് വഴിതെളിയുന്നു. ക്രോധം നാശത്തിന് കാരണമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ സഹജീവികളെ, സ്വന്തം ആൾക്കാരെ പോലെ അവരുടെ സൗഹൃദം ഇല്ലാതെ കഞ്ചാവിനും മറ്റും അടിമപ്പെടുത്തിക്കൊണ്ട് എത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് നശിച്ചു പോകുന്നത്. ഇവർ സമുദായ ദ്രോഹമല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം പറയുകയേ വേണ്ട. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ സംസ്കാരമാണെങ്കിലോ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് ഊട്ടിയുറപ്പിച്ചിട്ടുള്ള സംസ്കാരം. ഇന്ന് വിദേശീയരായിട്ടുള്ള അതിഥികൾ വിദേശ വനിതയായ അതിഥിയെ ദ്രോഹിച്ചു. പത്രങ്ങളിൽ കണ്ടതല്ലേ? ഈ ക്രൂരതയ്ക്ക് അതായത് എത്ര നാര്യസ്തു പൂജ്യന്തേ എന്നാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. സ്ത്രീകൾ പൂജിക്കപ്പെടണമെന്നാണ്. അംബാദേവിയായിട്ടാണ് എല്ലാവരെയും, ഓരോരിലും ജഗദംബയെ വീക്ഷിക്കുന്ന മനോഭാവമുള്ളവരാണ് ഭാരതീയ പൈതൃകം. എന്നിട്ടിങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ട്? ഈ ഗുണ്ടായിസം അല്ലെങ്കിൽ ഈ ക്രൂരത, അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഒരു അസഹിഷ്ണുത, ഇതിനൊക്കെ കാരണം നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റം തന്നെ. കാരണം ഒന്ന് പുനർചിന്തനം ചെയ്യണ്ടേ നമുക്ക്? TV അല്ലെങ്കിൽ ഫിലിം അല്ലെങ്കിൽ മാധ്യമങ്ങൾ
ഇതെല്ലാം ഹിംസയുടെ ചുരുളഴിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും വേഗം ആകർഷിക്കപ്പെടുന്നത് അസത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അരുത് എന്ന് പറയുന്നതായിരിക്കും ചെയ്യാൻ തോന്നുക. പരിഷ്കാരത്തിന്റെ മറവിൽ നമ്മുടെ പൈതൃകമായ വിശേഷപ്പെട്ട ഭാരതീയ സംസ്കാരത്തെ ഉന്മൂലനാശനം ചെയ്യാൻ ഒരുമ്പെടുകയല്ലേ നമ്മൾ എന്ന് നമുക്ക് പുനർചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുവനും ജനിക്കുമ്പോൾ മഹാനായിട്ട് ജനിക്കുന്നില്ല. ഒരാളും ജനിക്കുമ്പോൾ ഒന്നും കൊള്ളരുതാത്തവനായിട്ടും ജനിക്കുന്നില്ല. പരിതസ്ഥിതികളാണ് അതിന് അടിത്തറയേകുന്നത്. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാർ സജ്ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുത്തിയാൽ ഒരുവൻ മഹാനായി തീരും. നമുക്കൊരു തത്തയുടെ കഥ എല്ലാവർക്കും അറിയുന്നത് തന്നെ, എന്നാലും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ്ട ആരും, അതുകൊണ്ടൊരു കഥ പറയാം. ഒരു വേടൻ പക്ഷി വേട്ടക്കാരൻ, അയാള് പക്ഷികളെ അന്വേഷിച്ചു പോയി. വൈകുന്നേരം വരെ നടന്നും ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു വൃക്ഷപ്പൊത്തിൽ ചിറക് മുളയ്ക്കാത്ത 2 തത്ത കുഞ്ഞുങ്ങളെ കണ്ടത്. ഉടനെ തന്നെ ആ 2 തത്ത കുഞ്ഞുങ്ങളെ എടുത്ത് തൻ്റെ ബാഗിലിട്ടു. നടന്നു പോകുമ്പോൾ വിചാരിച്ചു, ഭാര്യയും മക്കളും ആഹാരത്തിന് വലഞ്ഞിരിക്കുമല്ലോ, ഞാൻ എന്തു ചെയ്യട്ടെ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു മഹർഷി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം ഫലാദികളൊക്കെ ഉണ്ട്, പലതരം പഴങ്ങൾ. സന്തോഷവാനായിട്ട് ഈ വേടൻ അദ്ദേഹത്തെ പോയി നമസ്കരിച്ചു. ഒരു നിമിഷത്തെ സത്സംഗം കൊണ്ട് മനസ്സിൽ നല്ല ബുദ്ധി ഉദിച്ചിട്ടുണ്ടാകണം. ആ മഹർഷി ഈ വേടന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയപ്പോൾ അവിടെയുള്ള പഴങ്ങളൊക്കെ എടുത്ത് ഒരു കൂടയിലാക്കി കൊടുത്തു. അതും കൊണ്ടുപോയി. അപ്പൊ ആഹാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത വ്യവഹാരമായി ചിന്ത. സ്വന്തം സ്ഥിരം വൈകുന്നേരമാകുമ്പോൾ കള്ളു ഷാപ്പിൽ ചെല്ലണം, അല്ലെങ്കിൽ ആ വേടന്റെ ജീവിതം പോയി. നേരെ ചെന്നു കള്ളു ഷാപ്പ്. അപ്പൊ പോകുന്ന സമയത്ത് ഈ മഹർഷി ചോദിച്ചു, എനിക്ക് എന്ത് തരും? അപ്പൊ ആ ഒരു തത്തയെ എടുത്തു കൊടുത്തു. പിന്നെ ഒരു തത്ത കയ്യിലുണ്ട്. എന്നിട്ട് നേരെ ചെന്നു കള്ളു ഷാപ്പിലേക്ക്. അവിടെ ചെന്ന് മൂക്കറ്റം കള്ളു പിടിച്ചു, മാംസമൊക്കെ തിന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എന്തുണ്ട്? ഈ പഴങ്ങളൊന്നും അവർക്ക് വേണ്ട. അപ്പൊ മറ്റേ തത്തയും അവിടെ കൊടുത്തു. തിരിച്ചുപോയി. അങ്ങനെ വേടന്റെ കഥ കഴിഞ്ഞു. ആ നാട്ടിലെ രാജാവ് തൻ്റെ രാജകുമാരനെയും കൂട്ടി ഒരു ദിവസം ഈ മഹർഷിവര്യനെ കാണാൻ വന്നു. ഇവിടെ വരുമ്പോഴേക്കും ആ തത്ത സ്വാഗതം ഭോ മഹാരാജൻ എന്ന് പറഞ്ഞ് വളരെ ഗംഭീരായിട്ട് സൽക്കരിച്ചു. മാത്രമല്ല വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു എന്ന് പറഞ്ഞ് സഹസ്രനാമം അന്തസ്സായിട്ട് ചൊല്ലണു. ഇതൊക്കെ കണ്ടപ്പോൾ ആശ്ചര്യഭരിതനായി നിന്നു അത്രയാ കുമാരൻ. അത് കണ്ട മഹർഷി പറഞ്ഞു, കുമാര, നിനക്ക് ഈ തത്തയെ വേണോ? അപ്പോഴേക്കും ചിറകൊക്കെ മുളച്ചിട്ടുണ്ട് തത്തയ്ക്ക്. തത്തയെ കയ്യിൽ കൊടുത്തു. പരമാനന്ദത്തോടു കൂടി അവർ തത്തയും കൊണ്ട് കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയതും കുറെ സുഭാഷിതങ്ങളും നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്ന തത്തയെ കാണാൻ ജനസമുദ്രം. എല്ലാ ദേശത്തു നിന്നും ആൾക്കാർ വരികയാണ്. ഇങ്ങനെ തത്ത കാരണം ആ രാജകുമാരനും ആ കൊട്ടാരവും ഒക്കെ പ്രസിദ്ധിയിലെത്തി. അപ്പോഴാണ് രാജാവിൻ്റെ മറ്റൊരു മകനുണ്ട്. ആ മകൻ എനിക്കും ഒരു തത്തയെ വേണം എന്ന് അഭ്യർത്ഥിച്ചു. ഉടനെ രാജാവ് ആജ്ഞാപിച്ചു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തത്തയെ കൂട്ടിക്കൊണ്ടുവരാൻ. ഇവരൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കള്ളു ഷാപ്പിൽ ഇതിന് യോജിച്ചൊരു തത്തയുണ്ട്. വേഗം ആ തത്തയെ പിടിച്ചു കൊണ്ടുവന്നു ഈ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവ് സസന്തോഷം രാജകൊട്ടാരത്തിലേക്ക് ആനയിച്ചു. തത്ത വന്ന ഉടനെ തന്നെ അസഭ്യവർഷം, എന്താ പറഞ്ഞത് നമുക്ക് പറയാൻ കൊള്ളില്ല, അത്രയും വാക്കുകൾ പറഞ്ഞു. രാജാവിനെ കലി കയറി. രാജാവ് പറഞ്ഞു, വാളെടുക്ക്, ഇപ്പൊ തന്നെ ഈ തത്തയെ നശിപ്പിക്കുക എന്ന്. ഉടനെ ആ മഹർഷിയുടെ തത്ത വിളിച്ചു പറഞ്ഞു, ഗവാസനാനാം സസുനോതി വാക്യം അഹം ഹി രാജൻ വചനം മുനീനാം നജാസ്യ ദോഷോ നജമേ ഗുണോ വാ സംസർഗജാ ദോഷഗുണാ ഭവന്തി. ഈ തത്ത പറഞ്ഞു, അത് ഗവാസനന്മാരുടെ, പശുവിനെ കൊല്ലുന്നവരുടെ വാക്ക് കേട്ട് വളർന്നവനാണ്. ഞാനാണെങ്കിലോ മുനിമാരുടെ വാക്ക് കേട്ട് വളർന്നവനാണ്. എനിക്ക് ഗുണമുണ്ടായിട്ടുമല്ല, അവന് ദോഷമുണ്ടായിട്ടുമല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരമ്മ പറ്റ 2 മക്കൾ തന്നെയാണ്. സംസർഗം കൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ഈ പഞ്ചതന്ത്ര കഥ കൊച്ചു കുട്ടികളിൽ പറഞ്ഞു കൊടുത്ത് സംസർഗത്തിന്റെ മഹത്വം പഠിപ്പിക്കേണ്ടത് നമ്മളല്ലേ എന്ന് പുനർചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നെന്ത് ചെയ്യുന്നു നമ്മൾ? നല്ല പഠിത്തം വേണം, നല്ല കരിയർ ഉണ്ടാവണം എന്ന് പറഞ്ഞ് സമ്മർദ്ദമാണ്. ഈ സമ്മർദ്ദത്തിൽപ്പെട്ടതായ കുട്ടികൾക്ക് ഒന്നിനും സമയമില്ല. അവർക്ക് നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ, അതുപോലെ പഞ്ചതന്ത്രാദി കഥകൾ, അല്ലെങ്കിൽ ഭഗവത്ഗീത പോലുള്ളതായ ശ്രേഷ്ഠ കാര്യങ്ങൾ വായിക്കാൻ കൊടുക്കൂ. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവര് വല്ല കോഴ്സിന് പോകേണ്ട ആവശ്യമുണ്ടോ? എദൃച്ഛാലഭസന്തുഷ്ടോ ദ്വന്ദ്വാതീത വിമത്സരി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ പോരെ കുട്ടികൾക്ക്? നമ്മളത് ചെയ്യാതെ ഏതോ കൊണ്ടുവന്നിട്ടുള്ള, പാശ്ചാത്യർ കൊണ്ടുവന്നിട്ടുള്ള
ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് 10,000 രൂപ കൊടുത്ത് ചേർക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ അമൂല്യ ഗ്രന്ഥങ്ങളിലുള്ളത് നമ്മൾ തിരസ്കരിച്ചു പോകുന്നു. വാസ്തവത്തിൽ എവിടെയും ഒന്നാമനാകണം എന്നുള്ള ഈ മത്സര്യ ബുദ്ധി മനുഷ്യനെ ഇന്ന് മൃഗമാക്കി തീർക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഗുണങ്ങൾ എത്രയുണ്ട്? കുടുംബമൂല്യം, കുടുംബ ബന്ധം, ഭാവനാ സുരക്ഷ, ഇതൊക്കെ നൂറ്റാണ്ടുകളായി ഉരക്കല്ലിൽ ഉരച്ചെടുത്ത ഉത്തമ ഗുണങ്ങൾ. അത് നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് അതിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. അതവിടെ നിൽക്കട്ടെ. ഭാഗവതത്തിൽ എവിടെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തത്വമുണ്ട്. മനുഷ്യദേഹമുണ്ടല്ലോ, മറ്റുള്ള ജീവികളെ പോലെ തിന്നും കുടിച്ചും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചും കഴിയാനുള്ളതല്ല. ഇവയൊക്കെ മലത്തിൽ കിടന്ന് പുഴലുന്ന ഒരു പുഴുവിനുമുണ്ട്, അല്ലെ? പുഴുവിനോട് ചോദിച്ചാൽ പറയാം പരമസുഖം എന്ന്. ഈ അമേദ്യം തിന്ന ജന്തുക്കളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. 84 ലക്ഷം ജീവയോനികളിൽ വളരെ കാലത്തെ പാടുപെടലിന് ശേഷം കിട്ടുന്നതാണത്രേ ഈ മനുഷ്യജന്മം. അവൻ മുക്തിക്ക് മാർഗവും കൊണ്ടാണ് വരുന്നത്, അല്ലേ? തദഹം വിക്ലവ ഉദ്ധരിഷ്യേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനിക്കാൻ പുറപ്പെടുമ്പോ ഞാനിനി എന്നെ ഉദ്ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് പറയുന്നത്. എന്നിട്ട് ചെയ്യുന്നതോ? അതിന് ഞാൻ ഇവിടെ ഒരു കഥ പറയാം, എല്ലാവർക്കും ഒരു ഉഷാറാവട്ടെ. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ഒരു ദിവസം ഒരു വിളംബരം, ഒരു വലിയ പ്രദർശനം നടക്കാൻ പോകുന്നു. ഈ പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ വരുന്നവരാരും ടിക്കറ്റിന് പൈസ കൊടുക്കണ്ട. വരുന്നവർക്ക് ടിക്കറ്റ് തരുന്നതിനോടൊപ്പം സമയം കുറിച്ചു തരും. ആ സമയം എത്രയുണ്ടോ അത്രയും നേരം അവർക്കിവിടെ എക്സിബിഷനിൽ സഞ്ചരിക്കാം. എക്സിബിഷന്റെ അറ്റത്തായിട്ട് ഒരു പ്രത്യേക സ്പോട്ടിൽ വന്ന് ആര് തൊടുന്നുവോ അവന് സർവാധിപത്യം. ഇതായിരുന്നു വിളംബരം. എല്ലാവർക്കും സുഖമായിട്ട് സർവാധിപത്യം കിട്ടാൻ വേറെ എന്ത് വേണം? എല്ലാവരും വന്നു, നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ. അച്ഛൻ വന്നു, അമ്മ വന്നു, മക്കൾ വന്നു, ബന്ധുക്കൾ വന്നു, വേഷഭൂഷകൾ മാറമുള്ള ജനങ്ങള്, നാനാജാതി മതസ്ഥര് എല്ലാവരും വന്ന് ക്യൂ നിന്നു. എല്ലാവർക്കും ടിക്കറ്റ് പതിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ടൈം ഉണ്ടാവും. 24 മണിക്കൂറേ ഉള്ളൂ ഈ പ്രദർശനം. അതിൽ ടൈം ഉണ്ടാവും. ചിലവർക്ക് 6 മണിക്കൂർ, ചിലവർക്ക് 5 മണിക്കൂർ, ചിലവർക്ക് 2 മണിക്കൂർ, ചിലവർക്ക് 20 മണിക്കൂർ, അവനവന്റെ ഭാഗ്യം അനുസരിച്ച്. ഈ സമയം കൊടുത്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളോ, നിങ്ങളുടെ പിന്നിൽ ടൈം കൺട്രോളർ ഉണ്ട്. നിങ്ങളുടെ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് പിന്മാറിയില്ല, സ്പോട്ടിൽ എത്തിയില്ല എങ്കിൽ നിങ്ങളെ ഗുഹയിൽ പിടിച്ചു തള്ളും. ഇതാണ് രാജശാസന. എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. കയറിയ ഉടനെ തന്നെ ഒരു ഭാഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരമായ ആ ജാലം, ഒരിടത്ത് വളക്കട കണ്ടതോടുകൂടി കുറെ പേര് അവിടെ നിന്നു. ഒരിടത്ത് കളിപ്പാട്ടങ്ങള്, മറ്റൊരിടത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതായ മ്യൂസിക്കുകള്, ചിലയിടത്ത് ഡാൻസുകള്, ചിലയിടത്ത് ഭരതനാട്യം, ചിലയിടത്ത് മോഹിനിയാട്ടം, മറ്റൊരിടത്ത് കർണാടക സംഗീതം, ചിലയിടത്ത് വെറും ഗ്രാമ്യമായിട്ടുള്ള പാട്ടുകൾ. ആർക്ക് ഏത്? ഒരിടത്ത് ആഹാരത്തിന്റെ ഒരു 10-20 തരം ഹോട്ടല്. അതില് ഇന്ത്യൻ ഉണ്ട്, അതുപോലെ ചൈനീസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലുള്ള വിഭവങ്ങൾ. ഐസ്ക്രീം ആണെങ്കിൽ 50 തരം, ചക്കയിൽ ഐസ്ക്രീം, മാങ്ങയിൽ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീമിന്റെ ഒരു ബഹളം. ചിലയിടത്ത് തത്വസമീക്ഷ നടക്കുന്നു, ഒരിടത്ത് ഭാഗവത പാരായണം നടക്കുന്നു, മറ്റൊരിടത്ത് കഥാപ്രവചനങ്ങൾ നടക്കുന്നു, വേറെ ചിലയിടത്ത് യാഗാദി ഹോമങ്ങൾ നടക്കുന്നു, ഒരിടത്ത് വലിയ നീന്തൽ കുളം, അതിൽ ആൾക്കാർ നീന്തി തുടിക്കുന്നു. ഈ ജനങ്ങൾ വന്നവര് അവനവന്റെ രുചിക്കനുസരിച്ച് അതിൽ ഉടക്കി നിന്നു. അങ്ങ് ഉടക്കി നിന്ന് 10 പേര് നിൽക്കുന്ന ഇടത്തിലായിരിക്കും പെട്ടെന്ന് മണിയടിക്കുക, ഒരുത്തൻ അവിടെ നിന്ന് നഷ്ടപ്പെടുക. പക്ഷെ മറ്റുള്ളവർ അപ്പോഴെങ്കിലും ജാഗ്രതരാകണ്ടേ? അയ്യോ അവന്റെ സമയം കഴിഞ്ഞു, അതുപോലെ നമുക്ക് സമയം കഴിയും, നമ്മൾ ഇപ്പൊ തന്നെ സ്പോട്ടിൽ എത്തണം എന്ന് ആലോചിക്കണ്ടേ? ആലോചിച്ചില്ലാത്രേ. അങ്ങനെ ഓരോരുത്തർ പോകുകയാണ്. ഒരിടത്ത് അച്ഛനും മക്കളും മരുമക്കളും എല്ലാവരും കൂടി ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മണിയടിച്ചത്. അതിൽ ഒരുവനെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോഴെങ്കിലും അറിയണ്ടേ? അപ്പോഴും അറിഞ്ഞില്ലാത്രേ. ചിലരെന്ത് ചെയ്തു? ഞാൻ വലിയ ഇതിലൊന്നും ഇഷ്ടപ്പെടാത്തവനാണ്, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാഗാദി കർമ്മങ്ങളിൽ മുഴുകി നിന്നു. അവന്റെ മനസ്സിൽ യാഗാദി കർമ്മങ്ങളിലല്ല ശ്രദ്ധ, താൻ ധർമ്മിഷ്ഠനാണെന്ന് അറിയപ്പെടണമെന്ന ശ്രദ്ധ. അവനും സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ആയപ്പോൾ 1-2 പേര് കുറേ മുന്നോട്ട് പോയി. അവർക്കും എത്താൻ കഴിഞ്ഞില്ല. ഒരുവനോ മറ്റോ, ഒരു യോഗിയോ മറ്റോ നേരെ ചെന്ന ആ സ്പോട്ടിൽ തൊട്ടു യോഗിയായി മാറി എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ വീണ്ടും ഗുഹയിൽ അടയ്ക്കപ്പെട്ടു എന്നാണ്. ഇതുതന്നെയാണ് നമ്മള് തസ്മാദഹം
വിക്ലവ ഉദ്ധരിഷ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്നിട്ട് വീണ്ടും ഈ പ്രപഞ്ച സൗന്ദര്യത്തിൽ, പ്രപഞ്ചമായയിൽ, ആ മോഹങ്ങളിൽ പെട്ടുഴലുമ്പോൾ, നമ്മളുടെ കാലചക്രം തിരിയുമ്പോൾ, നമ്മുടെ സമയം പോകുമ്പോൾ, നമ്മൾ വീണ്ടും ജനനീജഠരമാകുന്ന ഗുഹയിലേക്ക് തള്ളിയിടപ്പെടുന്നു. ഇതിലും വലിയൊരു കഥ, ഈ ഒരു കഥയുടെ രൂപത്തിൽ നമ്മളുടെ കാര്യം വെളിപ്പെടുത്താൻ വേറെ എന്ത് സാധിക്കും? ഇത് തന്നെയാണ് നമ്മളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, കേട്ട് മനസ്സിലാക്കാത്തവൻ കണ്ടറിയണമെന്ന്. കണ്ടറിയാത്തവൻ കൊണ്ടാലെങ്കിലും അറിയണം. നല്ലവണ്ണം വിവരിക്കുന്ന പല ഭാഗങ്ങൾ ഇതിലുണ്ട്. തറയ്ക്കുന്ന തരത്തിൽ വാക്കുകൾ പറയുന്നുണ്ട്. ആശ്ചര്യപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളുണ്ട്. അതുപോലെ ആലോചിച്ചിരുത്തുന്ന തത്വങ്ങളുണ്ട്. ഇതിനൊന്നും നമ്മൾ വേറെ എവിടെയും പോകണ്ട. നമ്മുടെ ഭാഗവത മഹത് ഗ്രന്ഥം കയ്യിലെടുത്താൽ മതി. ഇവയെല്ലാം ഭാഗവതത്തിലുണ്ട്. അതിനെന്ത് വേണം? ശ്രേഷ്ഠ തപസ്സാകണം മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഋഷഭദേവൻ മക്കളോട് പറയുമ്പോൾ അതുതന്നെയാണ് ആവശ്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സജ്ജനങ്ങളുടെ കൈമുതലാണ് ഭഗവത് സ്നേഹം. ദേഹപോഷണം, ഐന്ദ്രിയ സുഖം എന്നിവയെല്ലാം മാത്രം മുന്നിട്ട് നിൽക്കവനെ കുറെ കഴിയുമ്പോൾ മടുപ്പ് തോന്നും. കുടുംബാംഗങ്ങൾ പോലും ഉപേക്ഷിച്ചു പോകും. സംസാരം എന്നുള്ള ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, സംസാരമാകുന്ന അഹങ്കാരത്തിനെ നശിപ്പിച്ചാൽ മാത്രമേ അതിന് വിവേകമാണ് പ്രധാനമായിട്ടും ആവശ്യം. കർമ്മത്തിലേക്ക് തള്ളിയിടുന്നവൻ അന്ധനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നത് പോലെയാണ്. ജനന മരണ കുടുക്കിൽ നിന്നും രക്ഷ തന്നില്ലെങ്കിൽ അവൻ നമുക്ക് ആരുമല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന ദസ്യാത് ന പതിശ്ച സസ്യാത് നമോചയേദ്യ സമുപേദ മൃത്യും ഗിരതി അജ്ഞാനം ഇതി ഗുരുഹു, അല്ലെങ്കിൽ ഗൃണാതി ജ്ഞാനം ഇതി ഗുരുഹു എന്നാണ്. ഗുരു ശിഷ്യനെ മൃത്യുവിൽ നിന്ന് മോചകത്തിനുള്ള തത്വം ഉപേക്ഷിക്കണം. നമുക്കറിയാം, രാമായണത്തിലെ വസിഷ്ഠ മഹർഷി രാമന് ആ തത്വം ഉപദേശിച്ചു. ആദ്യം തക്ഷകൻ കടിച്ച് കൊല്ലുമെന്നുള്ള വിഷമയമായിട്ടുള്ളതിനെ കൊണ്ടുവന്നതായ പരീക്ഷത്തിനെ അമൃതത്വത്തിലേക്ക് നയിച്ച സുഖദേവൻ. അതുപോലെ ആ ഗുരു തന്നെ തനിക്ക് അനുകൂലമല്ലെങ്കിൽ ഉപേക്ഷിക്കാമെന്ന് ബലി കാണിച്ചു തന്നു. കാരണം ഇന്ദ്രനാൽ കൊല്ലപ്പെട്ട ബലി മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് ഗുരുവിനാൽ ജീവിപ്പിക്കപ്പെട്ട് ഗുരുവിനാൽ യാഗം ചെയ്ത് ബലം കിട്ടിയവനാണ്. എന്നിട്ടും ആ ഭഗവാന് 3 അടി മണ്ണ് കൊടുക്കുന്നതിൽ നിന്നും വിലക്കിയപ്പോൾ ആ ഗുരുവിനെ മാറ്റിച്ചൊല്ലി ഗുരു ശാപം ഏറ്റുവാങ്ങാൻ തയ്യാറായി. സ്വജനോ ന സസ്യാത് എന്ന് പറയണ വിഭീഷണൻ രാവണനെ, എല്ലാം കൊണ്ടും പ്രതാപശാലിയായ രാവണനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലേ? അത് ആ ഒരു ധൈര്യം വേണം. പ്രഹ്ലാദൻ സ്വന്തം പിതാവിനെ മാറ്റി നിർത്തിയില്ലേ? ഇവിടെ നല്ല പിതാവായിട്ടുള്ള ഋഷഭൻ, മറ്റേതിലെ ഹിരണ്യകശിപു ദുഷ്ടപിതാവായി മാറി. നമുക്കറിയാം, ഭാഗവതത്തിൽ ആദ്യം ശമീക മഹർഷി പരീക്ഷിത്ത് ചത്തപാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടപ്പോൾ മകനായ ശൃംഗി ജീവനുള്ള പാമ്പ് കടിച്ച് ഈ രാജാവ് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. തിരിച്ചു വന്ന ശമീക മഹർഷി ചോദിച്ചു, ഇത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പൈതൃകത്തിന് ചേർന്നതാണോ മകനെ എന്ന്. ആ ചോദിക്കാനുള്ള അച്ഛനമ്മമാരിന്ന് എത്ര പേരുണ്ട്? ഇല്ല. ഭഗവത് പ്രാപ്തിക്ക് വഴി കാണിക്കാത്തവരെ ആരും അഭിനന്ദിക്കില്ല. സാക്ഷാത് ഹോമാണ് ഭഗവത് പ്രാപ്തി. അതിലേക്ക് വഴി കാണിച്ചു തരാത്ത അച്ഛനമ്മമാർക്ക് ഇന്നത്തെ അച്ഛനമ്മമാരുടെ ഗതി ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും, തീർച്ചയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? തരോഹോ മൂലനിഷേചനം എന്നാണ് പേര്. നമ്മൾ പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കും, മൊബൈൽ വാങ്ങിക്കൊടുക്കും, എത്ര വലിയ കോഴ കൊടുത്തിട്ടും വലിയ വിദ്യാഭ്യാസത്തിൽ സീറ്റ് വാങ്ങിച്ചു കൊടുക്കും. തീർന്നു നമ്മുടെ കാര്യം. വാസ്തവത്തിൽ സ്നേഹമില്ല, ഹൃദയബന്ധമില്ല. നമുക്കറിയാം, അമ്മയ്ക്കും ഉപദേശിക്കാൻ പ്രാപ്തനായ കപില വാസുദേവനെ നമ്മൾ ഇതിൽ കണ്ടു. ഇനി പ്രതികൂലം പറയുന്നവൾ അമ്മയായാലും മാറ്റിപ്പറയുമെന്ന് ഭരതൻ നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ അതേ സമയത്ത് ആ ചിറ്റമ്മ തന്നെ ചീത്ത പറഞ്ഞു എന്ന് തിരിച്ചു വന്ന ധ്രുവനെ ഭഗവോന്നത പ്രാപ്തിക്ക് എത്തിച്ചതായ സുനീതി എന്ന അമ്മയെ ആ പ്രജേതസ്സുകളുടെ സദസ്സിൽ വെച്ച് നാരദൻ പുകഴ്ത്തിപ്പാടിയത് അതും നമ്മൾ കേട്ടു. ഇതിന് നമുക്കപ്പോൾ മാർക്കണ്ഡേയ ചരിത്രത്തിലെ ഒരു കഥ പറയാം. കഥയല്ല, സംഭവം തന്നെ. മദാലസ എന്ന പേരായ ഒരു റാണി ഋതധ്വജൻ എന്ന രാജാവിന്റെ പത്നിയാണ്. അവർക്ക് ആദ്യമേ 3 പുത്രന്മാരുണ്ടായി. വിക്രാന്തൻ, സുദേഹൻ, രുചിമാൻ എന്നൊക്കെ പറഞ്ഞു. ഈ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടിയെ താരാട്ടുറക്കുമ്പോ തന്നെ കുട്ടിക്ക് ആത്മജ്ഞാനം നൽകാനായി പുറപ്പെട്ടു. കിം ത്വം രോദിഷികസ്യ ഹേതോഹോ, മകനെ നീ എന്തിനാ കരയുന്നത്? എന്താ കാരണം? ശുദ്ധോ സിരേതാദ നദേസ്തി നാമ
കൃതം ഹിതേ കൽപ്പനയാ അധുനൈവ പഞ്ചാത്മകം ദേഹമിദം തവൈദത് നൈവാസ്യ ത്വം രോദിഷികസ്യ ഹേതോഹോ. ചോദിക്കാണ്, ഹേ മോനെ, നീ ശുദ്ധ ബ്രഹ്മസ്വരൂപമാണ്, നിനക്ക് പേരില്ല, നിനക്ക് പേരുള്ളതൊക്കെ ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പഞ്ചാത്മകമാണ് ഈ ദേഹം, അതാണ് നിന്റെ എന്ന് പറഞ്ഞ് നീ നടക്കുന്നത്. വാസ്തവത്തിൽ ഈ ആത്മാവിനെ പഞ്ചാത്മകമായ ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ത്വം കസ്മാത് രോദിഷി, നീ എന്തിനാ കരയുന്നത്? ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായ പരിവർദ്ധിതോസി. നീ ശുദ്ധനും തത്വജ്ഞാനമുള്ളവും ആത്മജ്ഞാനം ആത്മജ്യോതിസാണ് നീ പ്രപഞ്ചമായയിൽപ്പെട്ട് കുടുങ്ങുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? താതേതി കിഞ്ചിത് തനയേതി കിഞ്ചിത് അംബേതി കിഞ്ചിത് ദൈതേതി കിഞ്ചിത് മമേതി കിഞ്ചിത് നമമേതി കിഞ്ചിത് ത്വംബുധസംഘം ബഹുമാനയേധാ. ഇതെന്റെ അമ്മ, ഇതെന്റെ പ്രിയപ്പെട്ടവൾ, ഇതെന്റെ അച്ഛൻ, ഇതെനിക്ക് വേണ്ടാത്തവൻ, ഇതെന്റെ എന്നൊക്കെ നീ പറയുന്നത് പഞ്ചഭൂതാത്മകമായി ശരീരം മാത്രമാണ് എന്നൊക്കെ കുട്ടിയിൽ ഊട്ടി ഉറപ്പിച്ചു ഈ അമ്മ. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഒരുവിധം പ്രായമായി, ഉപനയനമൊക്കെ കഴിഞ്ഞു വന്നപ്പോ കുട്ടി അമ്മയ്ക്ക് ഉപദേശിച്ചു. അമ്മ കുറഞ്ഞു കൊടുക്കണ, പൂർവാം സന്ധ്യാം സനക്ഷത്രാം പശ്ചിമാം സദിവാകരാം ഉപാസീതയധാന്യായം നൈനാം ജഹ്യാദനാപതി. അനാപതി എന്ന് പറഞ്ഞ ആപത്തുള്ളപ്പോ പോട്ടെ, ആപത്തില്ലാത്ത സമയത്ത് ഇതിനെ ഉപേക്ഷിക്കരുത് മകനെ. നക്ഷത്രങ്ങളുള്ള സമയത്ത് തന്നെ പൂർവാം സന്ധ്യാം, പ്രഭാത സന്ധ്യയിൽ സന്ധ്യാവന്ദനം ചെയ്യണം. വൈകുന്നേരം സദിവാകരാം സന്ധ്യാം, സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും സന്ധ്യോപാസന ചെയ്യണം. ഇതൊരിക്കലും നീ ഉപേക്ഷിക്കരുതെന്ന് ഇന്ന് എത്ര അമ്മമാരത് പറഞ്ഞു കൊടുക്കും. സന്ധ്യയ്ക്ക് നാമം ചൊല്ലണം എന്ന് ഉറപ്പിക്കാൻ സ്വാമിജി എന്ന് പറയുന്നത് കേട്ടു. കുട്ടിക്കാലത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പഠിപ്പിച്ചു എന്ന അമ്മ. ആ അമ്മ എത്ര ധന്യയാണ്, ആലോചിച്ച് നോക്കിക്കൂടെ? അങ്ങനെയുള്ള ധന്യമാരാകാൻ ഇന്നത്തെ അമ്മമാർ ഒരുമ്പെടേണ്ടേ? അങ്ങനെ ദുർലഭമായിട്ടുള്ള മനുഷ്യ ജന്മം, അതിനെ സാംസാരിക സൗകര്യത്തിന് വേണ്ടി ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. ഭക്തി സാധനയിൽ മുഴുകി ആ ഭഗവാനിൽ ലയിക്കാൻ നോക്കണം എന്നുപദേശിച്ചു. 4ാമത്തെ പുത്രൻ ഉണ്ടായി, അലർക്കൻ എന്ന് പേരിട്ടു. അപ്പോ രാജാവ് എന്ന് പറഞ്ഞു, മതി റാണി, എല്ലാവരെയും ഇങ്ങനെ ആത്മജ്ഞാനം ഉപദേശിച്ച് പറഞ്ഞയച്ചാൽ പറ്റില്ല. എന്റെ കാലശേഷം രാജ്യം ഏറ്റെടുക്കാൻ ഒരുവൻ വേണ്ടേ, അവന് പ്രവൃത്തി മാർഗം ഉപദേശിക്കൂ എന്ന്. ഉടനെ തന്നെ ആ അമ്മ ലോകധർമ്മം മുഴുവൻ ഉപദേശിച്ചു. ദേവ പിതൃ മനുഷ്യ ഋണമുണ്ട്, ആ ഋണങ്ങളൊക്കെ തീർക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, രാജാവല്ലേ, രാജധർമ്മം അനുഷ്ഠിക്കണം. ആ രാജധർമ്മത്തിലെ സാമധാന ഭേദദണ്ഡങ്ങളായിട്ടുള്ള ദണ്ഡനീതി മുഴുവൻ പഠിപ്പിച്ചു. ധർമ്മം ഉപദേശിച്ചു, സദാചാരനിഷ്ഠനാക്കി. പറഞ്ഞു, ബ്രാഹ്മണരെ ബഹുമാനിക്കുക, അവരെ ഭുജിപ്പിക്കുക, ബന്ധുബാന്ധവന്മാരുടെ ആഗ്രഹം നിറവേറ്റുക, പരനന്മയിൽ ശ്രദ്ധിക്കുക, പരസ്ത്രീകളെ മാതാവായോ സഹോദരിയായോ നോക്കുക, കല്യാണനിധിയായ ശ്രീഹരിയിൽ മനസ്സ്, കാമക്രോധാദികളെ ജയിക്കുക, യാഗാദികൾ അനുഷ്ഠിക്കുക, ബ്രാഹ്മണരെ രക്ഷിക്കുക, ദുഷ്ടരെ ഹനിക്കുക. ഇത്രയും ചേർത്തി പറഞ്ഞു, രാജ്യം കുർവൻ സുഹൃദോ നന്ദയേതാ സാധൂൻ രക്ഷൻ സ്ഥാദയജ്ഞേര്യജേതാഹ ദുഷ്ടാൻ നിഘ്നൻ വൈരിണം ജാതി മധ്യേ ഗോവിപ്രാർത്ഥം വത്സമൃത്യും വ്രജേധാഹ എന്ന് പറഞ്ഞു ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അസത്ത് പ്രലാപം ന കുര്യാത്, അസത്തായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയരുത്. അനൃതം, അസത്യം പറയരുത്. വാക്പാരുഷ്യം ച വർജയേത്, പരുഷമായിട്ടുള്ള വാക്കും സംസാരിക്കരുത്. അസത്തായിട്ടുള്ള ശാസ്ത്രത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദവും ഉപേക്ഷിക്കുക. അസത്തായിട്ടുള്ള ദുഷ്ടന്മാരുമായിട്ടുള്ള സേവ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെ സേവാമനോഭാവവും വിടുക എന്ന് പറഞ്ഞു. ശ്രാദ്ധകർമ്മത്തിന്റെ വൈശിഷ്ട്യം പറഞ്ഞു കൊടുത്തു. ജനിപ്പിച്ച അച്ഛനമ്മമാർക്ക് ശ്രാദ്ധം ചെയ്യുന്നത് ഒരു പുത്രന്റെ കടമയാണ് എന്നും പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു. വർണ്ണാശ്രമ ധർമ്മങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. അവസാനം റാണി മദാലസ ഋതധ്വജ ചക്രവർത്തിയോടുകൂടി വാനപ്രസ്ഥത്തിന് പുറപ്പെടുകയാണ്. അപ്പോ ഗുരുവായിട്ടുള്ള അമ്മയുടെ കാലിൽ വീണ അലർക്കനോട് അമ്മ ഒരു മോതിരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ഈ മോതിരം തുറന്നു നോക്കുക. അമ്മ പഠിപ്പിച്ചു കൊടുത്ത തത്വങ്ങൾ കൊണ്ട് നല്ല പോലെ രാജ്യം ഭരിച്ചു അലർക്കൻ. കാലം മാറുമല്ലോ, ദൈവാധീനം ജഗത് സർവം അല്ലെ. കുറെ കഴിഞ്ഞപ്പോ ശത്രു രാജ്യം ആക്രമിച്ചു. വല്ലാത്ത പൊറുതിമുട്ടല്, ആകപ്പാടെ മനസ്വസ്ഥതയില്ല. ജ്യേഷ്ഠന്മാർ സന്തോഷത്തോടെ വാഴുന്നു, താനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് അമ്മ പറഞ്ഞ ആ മോതിരത്തിന്റെ കാര്യം ഓർമ്മ വന്നത്.
വേഗം തന്നെ പൂജാമുറിയിൽ ചെന്നു ഭവാനിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ മോതിരം കയ്യിലെടുത്തു. മോതിരം കയ്യിലെടുത്ത് അങ്ങോട്ട് തുറന്നു നോക്കി. അതിൽ എഴുതിയിരിക്കണ സർഗസർവാത്മനാത്യജ്യ, സംഘം ഉപേക്ഷിക്കും മകനെ, ആരുമായിട്ട് സംഘം വേണ്ട. നജേത്യക്തും നശക്യതേ, നിനക്ക് സംഘമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സദ്ഭി സഹകർത്തവ്യ, അത് സജ്ജനങ്ങളോടാകട്ടെ സംഘം. സയേ സതാം സംഗോഹി ഭേഷജം, സജ്ജന സംഘമാണ് അതിനുള്ള മരുന്ന്. കാമ സർവാത്മനാഹേയ, ആഗ്രഹം വെടിയണം, ചക്രവർത്തിയാകണം, ഏകഛത്രാധിപത്യം വേണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടത് കൊണ്ടല്ലേ ഈ ശത്രുക്കളൊക്കെ ഉണ്ടായത്. അപ്പൊ കാമഹ സർവാത്മനാഹേയ, ഈ ആഗ്രഹത്തെ വെടിഞ്ഞേക്കൂ. ഹാതും ചേശക്യതേന സഹ, അയ്യോ ആഗ്രഹം വെടിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുക. ഓ ആഗ്രഹിക്കണോ നിനക്ക്? മുമുക്ഷാം ഹൃദിതത്കാര്യം, മോക്ഷത്തിനോടാകട്ടെ നിന്റെ ആഗ്രഹം. എന്താണ്? സൈവതസ്യാഭിഭേഷജം, അത് തന്നെയാണ് നിനക്ക് വരുന്നത്. നീ ആരാണ്? ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചനമായ പരിവർദ്ധിതോസി. ഇതാണ് ആ മോതിരത്തിൽ എഴുതിയിരുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. അദ്ദേഹം അവധൂതനായ ദത്താത്രേയ മഹർഷിയെ ശരണം പ്രാപിച്ചു. അങ്ങനെ ദത്താത്രേയനിൽ നിന്നും മൃത്യുമോചകമായ മാർഗങ്ങളെ സ്വീകരിച്ചു എന്നാണ് പ്രസിദ്ധമായ മാർക്കണ്ഡേയ പുരാണത്തിലെ കഥ. ഈ ഉപദേശം ഇന്നത്തെ അമ്മമാർ എത്രത്തോളം സ്വീകരിക്കും? അത് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. ഇന്ന് നമ്മളുടെ വിചാരത്തില് വലിയ സമ്പാദ്യം വേണം, കാറ് വേണം, ബംഗ്ലാവ് വേണം, 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും വേറെ വേറെ വേണം. ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് ആ ജീവിതത്തിലെ ലൗകികമായിട്ടുള്ള സാധനങ്ങൾ നേടുന്നുള്ള തത്രപ്പാടില് മക്കളെ നേർവഴി കാണിക്കാൻ പറ്റാതെ പരിഭ്രമിക്കുകയാണ് അമ്മയപ്പം അച്ഛന്മാരും. പക്ഷേ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ഈ അണുകുടുംബമായതോടുകൂടി, കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതായതോടുകൂടി, മുത്തശ്ശി കഥകൾ കേൾക്കാനുള്ള സന്ദർഭങ്ങൾ കുട്ടികൾക്ക് ഇല്ലാതാകുന്നതോടുകൂടി നഷ്ടമാകുന്നത് നമ്മുടെ സംസ്കാരമാണ്. ആത്മീയതയും മനസ്വസ്ഥതയും ഉണ്ടായാലല്ലേ എന്തും നേടിയിട്ട് കാര്യമുള്ളൂ. അതാണ് ഇന്നത്തെ ഗുണ്ടായിസം, കഞ്ചാവ് മാഫിയ എന്നിനി പറയണ്ട എന്തൊക്കെ നടക്കുന്നു അതിനൊക്കെ കാരണം. കുഴച്ച പച്ച മണ്ണ് പോലെയാണ് ഈ ബാലഹൃദയം. അതിനെ എങ്ങനെ വേണമെങ്കിൽ വാർത്തെടുക്കാം. ഹിംസാപ്രവൃത്തികൾ കാണിച്ചു വളരുന്ന കുട്ടികൾ ഹിംസയിലേക്ക് പോകുന്നു. നല്ലത് പറഞ്ഞു കൊടുത്ത് വളരുന്ന കുട്ടികൾ നല്ലതായിട്ട് മാറുന്നു. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ച മണ്ണിനെ നന്നാക്കി എടുക്കേണ്ട ശില്പികളാകേണ്ടത് നമ്മളാണ്. അത് നമ്മൾ ഓർത്തുകൊള്ളുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോ കുട്ടികളിലും പരിശ്രമം, ശിഷ്ടത, സാഹോദര്യം, സ്നേഹം, പരോപകാരിത, ആജ്ഞാകാരിത ഇവയെല്ലാം വികസിപ്പിച്ചെടുക്കേണ്ട ധർമ്മങ്ങളാണ്. സത്പുത്രനെ കൊണ്ട് കുലം അലങ്കരിക്കും. നമ്മള് ദശരഥപുത്രൻ രാമൻ എന്നല്ല പറയുന്നത്. കൗസല്യ സുസുവേദേന രാമേണാമിത തേജസ 2 പ്രാവശ്യമാണ് രാമായണത്തിൽ. അതായത് ആദ്യം ജനിച്ച ഉടനെ കല്യാണരാമനായിട്ട് വന്നപ്പോഴും കൗസല്യ സുസുബേ രാമ അമിത എന്ന് പറഞ്ഞിട്ടാണ് വർണ്ണിക്കുന്നത്. രാമേണ അമിത തേജസ. അതുപോലെ വിശ്വാമിത്രൻ മകനെ ഉണർത്തുന്നത് കൗസല്യ സുപ്രജാരാമ എന്നാണ്. ആ അമ്മമാര് നന്നായി കഴിഞ്ഞാൽ ആ വംശം നന്നാകും. കുട്ടികൾ നന്നായി കഴിഞ്ഞാൽ ആ വംശവും പേരുകെട്ടതായി തീരും. ശ്രീരാമൻ അച്ഛനെയും തന്നെയും ധർമ്മമാർഗം സ്വീകരിപ്പിക്കാൻ വേണ്ടി നല്ല മാർഗം തിരഞ്ഞെടുത്തു. മാർഗം നന്നായാൽ ലക്ഷ്യം നന്നാകും. ഇന്നത്തെ കുട്ടികളുടെ മാർഗം കുറുക്കു വഴിയാണ്. അതുകൊണ്ട് അവര് കുണ്ടിൽ പോയി ചാടുന്നു. ആ കുറുക്കു വഴിയില്ലാതെ നേരായ മാർഗത്തിലൂടെ പോകാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇതൊക്കെ പുരാണത്തിലല്ലേ പറയുന്നത്. നമുക്കിതൊക്കെ പ്രാവർത്തികമാണോ എന്ന് ചോദിക്കാം. പ്രാവർത്തികമാണ്. വെറും ശിവനെ ഛത്രപതി ശിവജിയാക്കിയത് ആരാണ്? ജീജാബായി അല്ലേ? ആ ജീജാബായിയെ പറഞ്ഞു ജിസ്കോ ഗർഭ മേം ധാരൺ കർക്കേ ജീജാബായി ധന്യ ഹുയി അല്ലേ? ആ പുത്രനെ ഗർഭത്തിൽ ധരിച്ച ജീജാബായി എത്ര ധന്യാണ്. ഛത്രപതി ശിവജി ആക്കുന്നതിന് സ്തന്യം കൊടുക്കുമ്പോൾ മകനിൽ വീരതയും ശ്രേഷ്ഠതയും ഉത്തമ ഗുണങ്ങളും കുത്തിവെച്ചവളാണ് ജീജാബായി. പോകട്ടെ, വെറും മോഹൻദാസനെ മഹാത്മാഗാന്ധിയാക്കി തീർത്തത് ആരാണെന്ന വിചാരം? ആ പുത്തലിബായി അല്ലേ? പുത്തലിബായി സൂര്യനെ ദർശിക്കാതെ ഒരു ദിവസവും ഭക്ഷണം കഴിക്കില്ലത്രേ. മഞ്ഞു മൂടി കിടക്കുന്ന ദിവസം സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ മോഹൻദാസിനോട് ഏൽപ്പിക്കും അത്രേ, മകനെ സൂര്യനെ കാണുമ്പോ എന്നെ വിളിക്കുമെന്ന്. ഇവൻ സൂര്യനെ കാണാൻ കാത്തിരിക്കും. എന്നിട്ട് അമ്മയെ വിളിക്കും. അമ്മ വരുമ്പോഴേക്കും വീണ്ടും ചിലപ്പോൾ മറയും. അത് എത്ര നേരം കഴിഞ്ഞാലും ആ ഉപവാസത്തിനൊരു മാറ്റം വരില്ല. ഇത് കണ്ടു വളർന്ന മോഹൻദാസൻ കുട്ടിക്കാലത്ത് എന്തോ കളവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ്. ആ കളവ് ചെയ്തിട്ടും മോഹൻദാസിന്റെ മനസ്സ് മാറാൻ പ്രേരിപ്പിച്ചത് ഈ പുത്തലിബായിയാണ്.
ഒരിക്കൽ ഹരിശ്ചന്ദ്രന്റെ തെരുവു നാടകം കണ്ടു അത്രേ. അതുപോലെ ശ്രവണകുമാരൻ അച്ഛനെയും അമ്മയെയും കാവിലേറ്റിക്കൊണ്ട് തീർത്ഥാടനത്തിലേക്ക് പോകുന്ന ആ ചിത്രം, ഇത് മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ തറച്ചു. അതോടുകൂടി രാമമാർഗം, രാമൻ പോയ മാർഗത്തെ സ്വീകരിച്ച, എപ്പോഴും രഘുപതി രാഘവ രാജാറാം എന്ന് വിളിച്ചു പറഞ്ഞ ആ മഹാത്മാഗാന്ധി പുരാണമൊന്നുമല്ലല്ലോ, നമ്മുടെ കൂടെ ജീവിച്ച, നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാര്, എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം, അങ്ങനെയുള്ളവർ കണ്ടിട്ടുള്ളതായ ആ മഹാത്മാഗാന്ധി. പോട്ടെ, നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റി തീർത്തത് ആരാണ്? അമ്മയല്ലേ. അതുകൊണ്ട് അമ്മമാർ വിചാരിച്ചാൽ, അച്ഛന്മാർ വിചാരിച്ചാൽ, ഈ വരും തലമുറയെ, അല്ലെങ്കിൽ മുത്തശ്ശന്മാർ വിചാരിച്ചാൽ, മുത്തശ്ശിമാർ വിചാരിച്ചാൽ വരും തലമുറയെ ശ്രേഷ്ഠവത്താക്കി മാറ്റാം. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഭാരതീയ സംസ്കാരം നശിച്ചു പോവില്ല. എത്ര പേമാരികൾ വന്നു, എത്ര ആക്രമണങ്ങൾ വന്നു, ഭാരതീയ സംസ്കാരം ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നു. അതിന് കാരണം അതിൻ്റെ പൈതൃകവും അതിൻ്റെ ആഴവുമാണ്. നമ്മുടെ വേദങ്ങൾ എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും വലുതായ ആ ഒരു മഹത്തായ പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിച്ച് നല്ലൊരു രാജ്യമാക്കി തീർക്കുവാൻ ഈ തത്വസമീക്ഷാ സത്രം പോലുള്ള സംരംഭങ്ങൾ ശ്രേയസ്കരമാണ്, സഹായകമാണ് എന്നുകൂടി നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ മക്കളെയൊക്കെ ഉപദേശിച്ചു ഋഷഭദേവൻ. അവരെയൊക്കെ അങ്ങോട്ട് സജ്ജരാക്കി. മഹാനുഭാവനും പരമസുഹൃത്തും ആയ ഋഷഭദേവൻ ശാന്തശീലരായിട്ട് കർമ്മവിരാമത്തോടെ വേഴുന്ന മഹാമുനികളുടെ ഭഗവത് ഭക്തി, അതുപോലെ ആത്മജ്ഞാനം, തീവ്ര വൈരാഗ്യം, ഇതൊക്കെ അടങ്ങുന്നതാണ് പാരമഹംസ്യ ലക്ഷണം. അങ്ങനെയുള്ളതായ ആ ലക്ഷണത്തെ, ആ ധർമ്മത്തെ നാട്ടാർക്ക് മുഴുവൻ ഉപദേശിക്കുവാനായിട്ട് ജ്യേഷ്ഠപുത്രനായ ഭരതനെ രാജ്യഭാരമേൽപ്പിച്ചു കൊടുത്തു. അരമനയിൽ ഇരിക്കുമ്പോൾ തന്നെ യോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്രേ ഈ ഋഷഭദേവനിൽ. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച്, എന്ത് ഉപേക്ഷിക്കാൻ എളുപ്പമാണോ? ഏകാദപത്രം ജഗത പ്രഭുത്വം നവം വയഃ കാന്തമിതം വപുശ്ച. നിസ്സാരമല്ല, ഏകഛത്രാധിപതിയായിട്ട് വാഴുകയാണ് ഋഷഭദേവൻ. മാത്രമാണോ? അതുപോലെ തന്നെ ജഗതപ്രഭുത്വം, ലോകത്തിന് മുഴുവൻ പ്രഭുവാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടവനാണ്. നവം വയഃ, വയസ്സും അധികമായിട്ടില്ല, ഇനിയുമുണ്ട്, എത്ര കാലം വേണമെങ്കിലും ജീവിച്ച് ആരോഗ്യത്തോടെ നിൽക്കാം. കാന്തമിതം വപുശ്ച, കണ്ടാലോ യുവ കോമളനെ പോലെ സുന്ദരനായ ശരീരം. ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞ എളുപ്പമാണോ? ഉപേക്ഷിച്ചു. അതാണ് അവധൂതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത. എല്ലാം സർവസംഘപരിത്യാഗിയായി വെറും അവധൂതനായി ഉടുതുണി പോലും ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് പാറിപ്പറന്ന തലമുടിയോടുകൂടി ബ്രഹ്മാവർത്തത്തിൽ ഇങ്ങനെ നടന്നു അത്രേ. പശുക്കുട്ടി, പൂജയൊക്കെ കഴിയുന്ന പശുക്കുട്ടി ഉണ്ടല്ലോ, അതിന്റെ കഴുത്തിലൊരു മാല ഇട്ടിരിക്കും. അതിനറിയോ അതിൻ്റെ കഴുത്തിൽ മാലയുണ്ടെന്ന് അറിയില്ല. അത് മാല അടുത്ത ദിവസം വാടിയിട്ടുണ്ടാവും, എന്നാൽ അതിങ്ങനെ കട്ടിക്കറങ്ങും. അതുപോലെ രാജാവാണ്, രാജാവിന്റെ പ്രൗഢിയുണ്ട്, എവിടെ ചെന്നാലും എല്ലാവരും അംഗീകരിക്കും. ഇതറിഞ്ഞിട്ടും അദ്ദേഹം അതൊന്നും പുറത്ത് കാണിച്ചില്ല, വെറും നടന്നു അത്രേ. എങ്ങനെ നടന്നു എന്ന് പറയാണ്? ജഡാന്ധമൂക ബധിര പിശാചോന്മാദകവത് അവധൂതവേഷ അവിവാശ്യമാണോപി ജനാനാം ഗൃഹീതമൗനവ്രതഃ തൂഷ്ണീം ബഭൂവ. ജഡൻ എന്ന പോലെയോ, അതേപോലെ ഒരു ഭോഷൻ എന്ന പോലെ, അല്ലെങ്കിൽ ചെവിട് കേൾക്കാത്തവനെ പോലെ, കുരുടനെ പോലെ, പിശാചിനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ആൾക്കാർ വിചാരിക്കുന്ന മട്ടിൽ ജനമധ്യത്തിൽ ആഭാസവേഷത്തോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും മൗനവ്രതഃ, ഒന്നും മറുപടി പറയാതെ നടന്നു. ആ നടന്നപ്പോഴൊക്കെ ജനങ്ങൾക്ക് ഇതൊന്നും രസിച്ചില്ല. ജനങ്ങൾക്ക് നല്ലത് അവർക്ക് എല്ലാം ഒരു തമാശയാണല്ലോ. കുറെ പേര് പേടിപ്പിടിച്ചു നോക്കി, ഭൂതവേഷമൊക്കെ കെട്ടി മുമ്പിൽ വന്ന് കുറെ പേടിപ്പിച്ചു. ചിലർ മൂത്രമൊഴിച്ചു, ചിലർ തുപ്പി, ചിലവർ നല്ല തല്ലും കൊടുത്തു. രാജാവാണെന്ന് അറിയില്ലല്ലോ, കല്ലും മണ്ണും വാരി എറിഞ്ഞു, അമേദ്യം പോലും മുഖത്തേക്ക് എറിഞ്ഞു അത്രേ. പക്ഷെ അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. കാട്ടാനക്കൂട്ടത്തിന് കാട്ടീച്ചയുടെ ശല്യം വല്ലതും ചെയ്യുമോ? അതൊരു പ്രയാസമില്ലാതെ അങ്ങോട്ട് നടന്നു. ഒന്നിനെയും എതിർക്കാനോ തടുക്കാനോ ശക്തി ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും വലിയ ചക്രവർത്തിക്ക് ഒരാജ്ഞ പോരെ? നമുക്കറിയാം, പഞ്ചമസ്കന്ധത്തിൽ തന്നെ അടുത്ത അധ്യായത്തിൽ വരും, രഘുഗണൻ ഭരത മഹാരാജാവിനോട് പറയാണ്, അഹം ദണ്ഡാധികാരി, ഞാൻ ദണ്ഡധരഹ, ഞാൻ ദണ്ഡിക്കാൻ ശക്തിയുള്ളവനാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന്. അങ്ങനെ ഒരു വാക്ക് ഈ വൃഷഭദേവൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഉള്ളവരൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവില്ലേ? പക്ഷേ അതൊന്നും ചെയ്തില്ല. കാരണം എന്താണ്? താൻ രാജാവാണെന്നോ അതിന് അർഹതയുള്ളെന്നോ പുറത്ത് കാണിച്ചില്ല. കാരണം
അത് പ്രയോഗിക്കുന്നത് ഔന്നത്യമല്ല എന്നുള്ള ഒരൊറ്റ ബോധം സഹനശക്തിക്ക് വഴിമാറ്റിക്കൊടുത്തു. അങ്ങനെ വളരെ എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഇല്ലാത്തത് എന്നാലോ വ്യവഹാരത്തിൽ ഉള്ളത് അങ്ങനെയുള്ളതായ ഈ ദേഹം അത് എൻ്റേതാണെന്നോ ഞാനാണെന്നോ വിചാരമേ വരുത്താൻ ഇട കൊടുത്തില്ലത്രേ. അതിന് ദൃഢമായ മനസ്സോടെ ധീരനായി. ആദ്യമേ പറഞ്ഞു ഋഷഭയോഗീശ്വരന് ഋഷഭൻ എന്ന് പേരിടാൻ കാരണം ധീരനായതുകൊണ്ടാണെന്ന്. ധീരനാരാ? നമ്മുടെ കുമാരസംഭവത്തിലെ കാളിദാസൻ വ്യക്തമായിട്ട് ധീരന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. വികാരഹേതോ സതി വിക്രിയന്തേ യേശാം ന ചേതാംസി എന്നാണ് പറഞ്ഞത്. യേശാം ചേതാംസി, ആരുടെ മനസ്സാണോ വികാരത്തിന് അടിമപ്പെടുന്ന സന്ദർഭങ്ങൾ മുന്നിലുണ്ടാവുക, വെറുപ്പുണ്ടാക്കുന്നത്, ഭയമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാമവികാരം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ മുന്നിലുണ്ടായിട്ടും ആരുടെ മനസ്സാണോ ഒരു വികാരവും പെടാത്തത് അവനാണ് ധീരൻ. അപ്പൊ ധീരൻ എന്നുള്ള പദം പറഞ്ഞ് ഋഷഭ പദത്തിനെ അന്വർത്ഥമാക്കി ഏകാഗിയായിട്ട് സഞ്ചരിച്ചു. കുറേ ദൂരം പോയപ്പോഴാണ് അജഗര വൃത്തി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അജഗരം എന്ന് പറഞ്ഞാൽ മലമ്പാമ്പ് എന്നാണ് അർത്ഥം. മലമ്പാമ്പ് എന്ത് ചെയ്യും? അതിന് കിട്ടുന്ന ഇരയെ വിഴുങ്ങും. നമ്മൾ പറയാറില്ല ഇര വിഴുങ്ങിയ പാമ്പ് പോലെയെന്ന്. പിന്നെ അവിടെ തന്നെ കിടക്കും. കുറേ കഴിയുമ്പോൾ ആ ഉള്ളിലുള്ളിൽ ദഹിച്ചു പോകുമ്പോൾ ഒന്നിളകും, വീണ്ടും വല്ലതും കിട്ടിയാൽ കഴിക്കും. ആ ഒരു വൃത്തി സ്വീകരിച്ചു അത്രേ ഈ ഋഷഭയോഗീശ്വരനും. അങ്ങനെ ഋഷഭൻ എന്ത് ചെയ്തു? കിടന്ന കിടപ്പിൽ കിട്ടിയത് ഭക്ഷിച്ചു. ഭക്ഷിച്ചതിനെ ദഹിപ്പിച്ചു, ദഹനശിഷ്ടം വിസർജിച്ചു. വിസർജിച്ചതായിട്ടുള്ള ദഹനശിഷ്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരണ്ടു. പക്ഷേ അദ്ദേഹം സജ്ജനനാണല്ലോ. സംഘം കൊണ്ട് അല്ലെങ്കിൽ ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ശരീരത്തിൽ പെട്ടതോടുകൂടി ആ മലമൂത്രാദികൾ പോലും 10 യോജന ദൂരത്തേക്ക് ഗന്ധമെത്തിച്ചു അത്രേ. അപ്പോഴാണ് അണിമ, ലഘിമ, മഹിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിദ്ധികള് എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് അടുത്തു വന്നത്. പക്ഷേ സ്വീകരിക്കാൻ തയ്യാറായില്ല. അഹമികയാന്ന് പറഞ്ഞ ഞാനുണ്ടെന്ന് പറഞ്ഞു വന്നു അത്രേ. ഒരൊറ്റ പാദധൂളി പോലും തൊടാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം മനുഷ്യ മനസ്സ് ചഞ്ചലമാണ്. അത് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? കാമോ മന്യുർമദോ ലോഭഃ ശോകമോഹഭയാദയഃ കർമ്മബന്ധശ്ചയന്മൂലഃ സ്വീകുര്യാത് കോനുദോ ബുധഃ. കാമം, മഞ്ഞു, ലോഭം, മതം, മോഹമൊക്കെ കർമ്മബന്ധത്തിന് കാരണമാണ്. ബുദ്ധിയുള്ളവൻ അത് സ്വീകരിക്കുമോ? ഇല്ല. പറയണ ഭാഗവത കർത്താവ് തന്നെ പറഞ്ഞു, നകുര്യാത് ഗർഹിജിത് സഖ്യം മനസിഹി അനവസ്ഥിതേ യദ്വിശ്രംഭാചിരാചീർണം ചസ്കന്ദതപ ഐശ്വര്യം. ആപത്കരമാണ് മനസ്സുമായിട്ടുള്ള കൂട്ടുകെട്ട്. അതിനാൽ അതിനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവരെ എത്ര വലിയവരായാൽ പോലും, ചിലപ്പോൾ കാമാരിയായ പരമശിവൻ പോലും മോഹിനിയുടെ വേഷം കണ്ട് കാമിച്ചു പോയി അത്രേ. ഇതിനേക്കാളും വലുതുണ്ടോ മനസ്സിന് കൂട്ടുപിടിച്ചാലുള്ള കുഴപ്പം? ആത്മാരാമന്മാരെല്ലാവരും കാമങ്ങളെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചവരാണ്. യോഗികൾ എന്ത് ചെയ്യുവെച്ചാൽ ഈ പ്രാരബ്ധമായിട്ടുള്ള ദേഹം, ഈ ദേഹം കൊണ്ട് വേണം നേടാനുള്ള മുക്തിമാർഗം നേടാൻ. അതിനെ സ്വീകരിക്കും. ഒരു നടക്കാൻ പറ്റാത്തവൻ ഊന്നുവടിയും പിടിച്ചുകൊണ്ടാണ് നടക്കുക. നടന്നവൻ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഊന്നുവടിയോ ഉപേക്ഷിക്കും. അതുപോലെ ആത്മാരാമന്മാരായവർ തൻ്റെതായ ആഗ്രഹങ്ങളെ മുഴുവൻ ജ്ഞാനാഗ്നിയിൽ അങ്ങോട്ട് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അവര് തൻ്റെ പ്രാരബ്ധമായിട്ടുള്ള ഈ ശരീരത്തിനെ വിട്ടുകളയും. യോഗീശ്വരനും ചെയ്തത് അത് തന്നെ. തൻ്റെ സങ്കല്പത്താൽ ആ കർണാടക ദേശത്തെത്തിയപ്പോൾ ഒരു കാട്ടുതീ ഉണ്ടാക്കി. മുളങ്കാടിൽ പിടിച്ച കാട്ടുതീയെ ആ ഋഷഭ ശരീരത്തെ വെന്തു വെണ്ണീറാക്കി. ആരും ദുഃഖിക്കാനില്ല, ആരും അവകാശപ്പെട്ട് വരാനില്ല. അങ്ങനെയുള്ളതായ കരിഞ്ഞ് ചാമ്പലായിട്ടുള്ള ഋഷഭദേഹം എന്നുള്ളത് ഒരു പിടി ചാമ്പലായി. അതാ മല ഏറ്റുവാങ്ങിയത്രേ. അതുകൊണ്ട് അങ്ങനെയുള്ളതാണെന്ന് പറയാണ്. ഈ പ്രകാരം ശരീരം ഉപേക്ഷിച്ച് ഭഗവാൻ ഋഷഭദേവൻ യോഗികൾക്ക് ദേഹത്യാഗം ചെയ്യേണ്ട രീതി പോലും പഠിപ്പിച്ചു എന്ന് പറയുകയാണ് വ്യാസദേവൻ. അയം അവതാരോ രജസോപപ്ലത കൈവല്യോപശിക്ഷണാർത്ഥ എന്ന്. ഉദ്ദേശശുദ്ധി, ജാഗ്രത, ഭഗവദാശ്രയത്വം, ഇത് മൂന്നുമാണ് ആവശ്യം. ഇത് മൂന്നിനെയും പിടിച്ചാലേ തലമുറകൾ പോലും അതിനെ അംഗീകരിക്കൂ എന്ന്. ഇന്നത്തെ ഭരണകർത്താക്കൾ ഒരു നിമിഷം ആലോചിച്ചു പോയെങ്കിൽ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിയതുകൊണ്ട് മതിയായോ? അത് നടപ്പാക്കിയാൽ മതിയോ? ആദ്യം അവനവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കേണ്ടേ? അത് പ്രാവർത്തികമാക്കി കാണിച്ചുകൊണ്ട് ഋഷഭദേവൻ എല്ലാവർക്കും ഉത്തമ മാതൃകയായിട്ട് നിലകൊണ്ടു. ഋഷഭ ജന്മം
പിന്നീട് അത് നടന്നതായ സംഭവങ്ങളൊക്കെ നമ്മൾ വർണ്ണിച്ചല്ലോ. ഇതാണ് ഈ ഭാഗവത പാരമഹംസയിലെ, പാരമഹംസ്യം എന്ന് പറയുന്ന ഈ ഭാഗവതത്തിലെ മിന്നിത്തിളങ്ങുന്ന ഭാഗം ഋഷഭഗീതയത്രേ. പ്രായോപവേശം ചെയ്ത് 7 ദിവസം കൊണ്ട് തനിക്ക് മൃത്യുവാണെന്നറിഞ്ഞ് പ്രായോപവേശം ചെയ്യാൻ പുറപ്പെട്ട് തത്വശ്രവണം കേൾക്കാനുള്ള എല്ലാം ഉപേക്ഷിച്ച് വൈരാഗ്യത്തോടുകൂടി തത്വശ്രവണം കേൾക്കാൻ നിൽക്കുന്ന പരീക്ഷിത്ത് മനസ്സ്, ബുദ്ധി ഇവയുടെ ആത്മീയ മാനങ്ങൾ തുറന്നുകാട്ടാൻ യോജിച്ച ഋഷഭചരിതം. അത് ചൊല്ലുന്നതോ ആത്മാരാമനായ സുഖമഹർഷിയും. ഇത്രയും പോരെ സ്വർണ്ണ ലിപികളിൽ അങ്കിതമാകാൻ? ഇതിനേക്കാളും വേണോ? ഈ ഋഷഭഗീത തന്നെയാണ് ഭാഗവതത്തിലെ കാതലായ എല്ലാവരാലും സ്വീകരിക്കപ്പെടേണ്ട തത്വമെന്ന് നമുക്ക് ഊന്നി തന്നെ പറയാം. അനന്തമാത്മീയമവർണ്ണനീയം തത്വോപനദ്ധം ച മഹച്ചരിത്രം ചൊല്ലുന്നതോ ജ്ഞാനഗുരുർമുനിശ്ച സ്വർണാങ്കിതം താൻ ഋഷഭോപദേശം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.